പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നമ്മിൽ നിറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ നേറ്റിവിച്ചിൽ സമയത്ത് നമ്മെ തന്നെ നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളെയും കുടുംബ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും വേദനകളെല്ലാം സമർപ്പിച്ച് കർത്താവ് പലപ്പോഴായിട്ട് വെളിപ്പെടുത്തി തന്നിട്ടുള്ളൊരു കാര്യമാണ് അപ്പോസ്തലബോധനം 5:12 അപ്പോസ്തലബോധനം 4:30 വചനത്തിൻ്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം കർത്താവ് പലപ്പോഴായിട്ട് സന്ദേശം തന്നിട്ടുള്ളതാണ്. അപ്പോസ്തലബോധനം 5:12 വചനം ഇങ്ങനെയാണ്: അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. വീണ്ടും അപ്പോസ്തലബോധനം 4:30 പിതാവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശു നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ലോകം മുഴുവനും സംഭവിക്കാൻ അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ വചനം ധീരതയോടെ പ്രസംഗിക്കാൻ ഈ ദാസനെ ശക്തനാക്കണമേ. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവ് പലപ്പോഴായിട്ട് തന്ന സന്ദേശങ്ങൾ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. ഒപ്പം തന്നെ കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുക, നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും വൻ കൃപകളും വൻ സൗഖ്യങ്ങളും മഹാ അത്ഭുതങ്ങളും സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈശോ പറയുക. അതും കർത്താവ് തന്നൊരു ശബ്ദ സന്ദേശമാണ്. വൻ കൃപകൾ, വൻ സൗഖ്യങ്ങൾ, മഹാത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഗാനത്തിലൊക്കെ പലപ്പോഴും പാടാറുണ്ടല്ലോ, അവിടെ വൻ കൃപകൾ എന്നിൽ ചൊരിയൂ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. അതുപോലെ വൻ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വൻ കൃപകൾ. അതുപോലെ വൻ സൗഖ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതിൽ രോഗികളായ മക്കളുണ്ട്. ഇതിപ്പോൾ ഈ ശാലോം ടി വിയിലൂടെ അനേക കാര്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? വൻ കൃപകൾ, വൻ സൗഖ്യങ്ങൾ, മഹാത്ഭുതങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലും സംഭവിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം നിയോഗം വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് തന്ന മറ്റൊരു ശക്തമായ സന്ദേശമാണ്: പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടാൽ സമ്മതിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയുന്ന അതിശയകരമായ അസാധാരണമായ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും എല്ലാ ധ്യാനങ്ങളിലും കൺവെൻഷനിലും സംഭവിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ ഈ നേറ്റിവിച്ചിൽ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലേക്ക് കൊണ്ടുവരിക. കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഇഷ്ടമാണ് ഇവിടെ കർത്താവ് പലപ്പോഴായി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നൽകിയത്. വൻ കൃപകൾ, വൻ സൗഖ്യങ്ങൾ, മഹാത്ഭുതങ്ങൾ, പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടാൽ സമ്മതിക്കാത്ത അത്ഭുതങ്ങൾ, കേട്ടുകേൾവി മാത്രമെന്ന് ജനം പറയുന്ന അതിശയകരമായ അസാധാരണമായ അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ 19-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, വിശുദ്ധ പൗലോസ്ലീഹായുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ അസാധാരണമായ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. ഇത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കണം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അപ്പോസ്തല പ്രവർത്തനം 5:12 4:30 വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ന് ഈ ജാഗരണ പ്രാർത്ഥനാ സമയത്ത് ആരൊക്കെ എപ്പോഴൊക്കെ ഈ ശുശ്രൂഷ കാണുന്നുണ്ടോ അവരിലെല്ലാം ഈ കൃപകളും ഈ സൗഖ്യങ്ങളും ഈ അത്ഭുതങ്ങളും സംഭവിക്കാൻ ആഗ്രഹിച്ച എല്ലാവരും അറിയാവുന്ന പോലെ ഹല്ലേലൂയ ഹല്ലേലൂയ പറഞ്ഞു ഹല്ലേലൂയ 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 ശക്തമായി സ്തുതിച്ച് രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് ഹല്ലേലൂയ 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 ശബ ഹാല ബാല ബാല അറിയാവുന്ന പോലെ ഹല്ലേലൂയ പറഞ്ഞു പരസ്പരം പ്രാർത്ഥിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുന്നു. ശരീരം മധ്യസ്ഥ പ്രാർത്ഥന കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ. വൻ കൃപകള്, വൻ സൗഖ്യങ്ങള്, മഹാ അത്ഭുതങ്ങൾ വർഷിക്കണമേ. പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുക്കുന്ന വിളിച്ച് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ ഉച്ചത്തിലൊന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ
തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. ചേർന്ന് പാടാം. തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ച്. സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ. സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിട. ഇരുകരങ്ങളും ഉയർത്തി ഒറ്റ വിളി വിളിച്ചേശുവേ. അടിമകളാക്കി വെച്ചിരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ വിമോചന മുഖ്യ ദൂതന്മാർ മിക്കാന്റെ ഗബ്രിയേലിന്റെ റബ്ബാന്റെ സഹായം ബാധിച്ചതേടി ഞാൻ പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ സകല വിശുദ്ധരെ ഞങ്ങളുടെ സഹായത്തിന് വേണം. ഉൽക്കണ്ഠ ദുഃഖത്തിന്റെ അടിമത്തത്തെ കഥകൾ മോചിപ്പിനെ യാചിക്കും. വെറുപ്പിലും ജഡികാ സ്പർദ്ധയിൽ നിന്ന് കഥകൾ മോചിപ്പിനെ യാചിക്കും. അസൂയിലും കോപത്തിലും മരണ ചിന്തകളിൽ നിന്ന് കഥകൾ മോചിപ്പിനെ യാചിക്കും. ആത്മഹത്യ വെച്ച് ഭ്രൂണഹത്യ വെച്ചുള്ള ചിന്തകളിൽ നിന്ന് കഥകൾ മോചിപ്പിനെ യാചിക്കും. എല്ലാത്തിലുള്ള പാപകരമായ ലൈംഗികതയിൽ നിന്ന് കഥകൾ മോചിപ്പിനെ യാചിക്കും. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ഭിന്നതകളിൽ നിന്ന് കഥകൾ മോചിപ്പിനെ യാചിക്കും. എല്ലാ ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് കഥകൾ മോചിപ്പിനെ യാചിക്കും. സകല കൂടോത്രങ്ങളെ ക്ഷുദ്രപത്തിലും മന്ത്രവാദത്തിലും അഭിചാര ക്രിയകളിൽ നിന്ന് കഥകൾ മോചിപ്പിനെ യാചിക്കും. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോ, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്ന കർത്താവേ. കന്യാമറിക്ക് മധ്യസ്ഥ എല്ലാ ക്ഷുദ്രപത്തിനും മോചനം നേടി അങ്ങനെ സമാധാനം ഞങ്ങൾ ആസ്വദിക്കട്ടെ. ഞങ്ങളുടെ നാഥനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. വിളിച്ച് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്ന് ഉച്ചത്തിലൊന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ചുകൊണ്ട് ആത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷ തുടർന്ന് വരുന്ന ആരാധന പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. രോഗശാന്തി ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. വിടുതൽ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. സമർപ്പിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളെ സമർപ്പിച്ച് ഇസ്രായേലിനെ അത്ഭുതകരമായ മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഇസ്രായേലിനെ അത്ഭുതകരമായ മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഈ നിന്ദാസരിൽ വീശും പാവനറൂഹായി വരണേ. ഈ നിന്ദാസരിൽ വീശും പാവനറൂഹായി വരണേ. കൃപയാ വരണേ. പരം നിറങ്ങണമേ. ചേർന്ന് പാടി. കൃപയാ വരണേ. പരം നിറങ്ങണമേ. കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ചു. സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ. സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. പടി. ആത്മനദിയായൊഴുകണമേ. ആത്മസ്നാനം നൽകണമേ. തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകി. ഇരുകരങ്ങളും ഉയർത്തി ശബ്ദമുയർത്തി ശബ്ദമായി
ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലർമ്മ മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ആരൊക്കെ എപ്പോഴൊക്കെ ഈ ശുശ്രൂഷ കാണുന്നുണ്ട് അവരിലേക്ക് ഇറങ്ങണമേ. അവരുടെ നിയോഗങ്ങളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടേ, തിരഞ്ഞെടുത്ത കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, അഭിചാര, ഗുണോത്ര, ദുഷിദോഷം, പൈശാചക പീഡന ബാധകള് ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് കണ്ടുപിടിക്കും ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയായ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യകാമന്റെ ശക്തിയിലും അധിഷ്ഠാനം ഗബ്രിയേൽ മലാമാരുടെ ശക്തമായ ശാന്തത സംരക്ഷിച്ചാലും ഞങ്ങളുടെ ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിലും, കുടുംബത്തില്, വ്യക്തിജീവിതത്തിലെ, സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലൂടെ, വായുവിലൂടെ, വസ്തുക്കളും, ഭക്ഷണങ്ങളും കടന്നു വന്ന മാനസികമോ ശാരീരിക ആത്മീയമായിട്ടുള്ള, മാനുഷികമോ പ്രാപഞ്ചികമോ പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും 4 ലുക്ക 4 മർക്കോസ് 16 പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ആ ദൈവപുത്രൻ വന്ന് വചനം ശക്തിയ സകലവിധ പ്രകൃതിക്ഷോഭങ്ങൾ, ഇടിമിൽ ഇടിവെട്ട്, നാശനഷ്ടങ്ങൾ, വെറുപ്പ്, ഉദ്ദേശം, വാശി, വൈരാഗ്യം, തർക്കം, കലഹങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ജഡികാസക്തി, ദ്രവ്യാസക്തി, കോപാസക്തി, ഭക്ഷണാസക്തി, സ്വയംഭോഗം, സവർഗഭോഗം, തെറ്റായ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, വ്യഭിചാര, ദുർബുദ്ധ, അഹങ്കാരം, അസൂയ, അലസ, മോഹം, കോപം, കൊതി, വിവാഹ തടസ്സം, ജോലി തടസ്സം, വിൽപ്പന തടസ്സം, യാത്രാ തടസ്സം, പഠനതടസ്സം, കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആന്തരേന്ദ്രിയങ്ങൾ, ബാഹ്യേന്ദ്രിയങ്ങൾ, ചെറുതുകൾ, രോഗപീഠകൾ, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടാവാടി സ്വഭാവം, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ, ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ, വചനം വായിക്കാൻ, ജപമാറ്റുള്ള തടസ്സങ്ങൾ, രോഗശാന്തിയുടെ തടസ്സങ്ങൾ, സന്ദേശങ്ങൾ കിട്ടാനുള്ള തടസ്സങ്ങൾ, വരദാനം കിട്ടാനുള്ള തടസ്സങ്ങൾ, വന്യജീവികളുടെ, ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ, അതിന് പിന്നിൽ പൈശാചിക അരുവികൾ, അന്ധവാ ശക്തികൾ, സാധാരണ ശക്തികളെ, ദുഷ്ട ശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശോയുടെ കുരിശിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയില്ല ഇത് ആരൊക്കെ എപ്പോഴൊക്കെ കാണുന്നുണ്ട് അവരിലെ പ്രവേശിക്കുന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. വിട്ടുപോട്ടെ. വിളിച്ച് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ ഉച്ചത്തിലൊന്ന് വിളിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ശക്തമായി കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആദിമസഭയെ അത്ഭുതകരമം അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ. ആദിമസഭയെ അത്ഭുതകരമം അഭിഷേകത്തിൽ നയിച്ചതുപോൽ ദർശന പ്രവചന ജ്ഞാനവരത്തിൽ പുതിയ അഭിഷേകം പകരുവാൻ. ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. ഈ നൂറ്റാണ്ടിനിണങ്ങും ദാനഫലങ്ങളുമായി നീ വരണേ. കൃപയാ വരണേ, പരം നിറങ്ങണമേ. പാടി. കൃപയാ വരണേ, പരം നിറങ്ങണമേ. കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ചു. സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ. പാടിയൻ. സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. പാടി. തൂമഞ്ഞുപോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം, അഗ്നിയഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ചു. സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ. സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. പാടി. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം. ഇരുകരങ്ങൾ
ഹല്ലേലൂയ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 മഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ ആത്മാവേ പറന്നിറങ്ങിയിടണമേ. പാടി. പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. തൂമഞ്ഞു പോലെ ചേർന്ന് പാടി. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകിടണേ. ഇരുകരങ്ങൾ സ്വർഗത്തോളം ഉയർത്തി. സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ആത്മാവേ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ, സെഹിയോൻ ശാലയിലിറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. പാടിയേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണം. കരങ്ങൾ വീശി. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽക. വലിയ ദാഹത്തോടെ പാടിയേ. ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം നൽകണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. കൂടുതൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം നമുക്ക് വായിച്ചു കേൾക്കാം. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറേ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. പറഞ്ഞേ ഹല്ലേലൂയ. Hallelujah. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. ഈ വചനത്തിൻ്റെ ഈ ഒരു വചനഭാഗം അത് വായിക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ മീനിങ്. കർത്താവ് എന്തുകൊണ്ട് ഈ ഉപമ നമ്മോട് പറഞ്ഞുവെന്ന് അതിൻ്റെ ആരംഭത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ ന്യായാധിപൻ്റെയും വിധവയുടെയും ഉപമ നമ്മോട് പറയുക. എന്നിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഒത്തിരി നാളുകളായി നമ്മൾ പല കാര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ പ്രാർത്ഥിച്ച് പല കാര്യങ്ങളിലും നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ആ നിരാശപ്പെട്ടു പോയാലും ദൈവഹിതപ്രകാരമായ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നീ തീർച്ചയായും പ്രാർത്ഥിച്ചോ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരുമെന്ന് കർത്താവ് നമ്മോട് ഈ ഉപമയിലൂടെ സന്ദേശമായി അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു വ്യാഖ്യാനമായി കർത്താവ് നമ്മോട് പറയുകയാണ്. വിളിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ഈ ഒരു വചനഭാഗം ഇവിടെ വായിക്കാനും ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാനും ഉള്ളൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ എൽറുഹ ധ്യാന കേന്ദ്രം തുടങ്ങി അല്ലെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പും ഇങ്ങനൊരു ധ്യാന ശുശ്രൂഷയിലേക്കൊക്കെ പ്രവേശിച്ചപ്പോഴൊക്കെ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വരും. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ പലപ്പോഴും വളരെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ നന്നായിട്ട് ബോധ്യപ്പെടുത്തും, നമ്മളൊന്നും ഒന്നുമല്ല, ദൈവമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം, ദൈവമാണ് ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത്. ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും രോഗശാന്തികളൊക്കെ നടക്കുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല എന്ന് ശരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തും. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. കീറാമുട്ടി പ്രശ്നങ്ങളായിട്ടാണ് ഓരോരുത്തർ വരിക. വലിയ വലിയ പ്രശ്നങ്ങൾ, ചിലപ്പോൾ മക്കളുടെ ദുർനടപ്പായിരിക്കാം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വരുന്നു. അച്ഛ, എൻ്റെ മകൻ, എൻ്റെ മകള് ഇങ്ങനെ താന്തോന്നിയായിട്ട് ജീവിക്കുകയാണ്, അച്ഛ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. എപ്പോഴും പലതായിട്ട് പല രീതിയിൽ ചിലർ ഫോൺ കൊണ്ടുവരും, അച്ഛ ഇതാണ് എൻ്റെ മോള്, ഇതാണ് എൻ്റെ മോൻ, ഇന്ന ദേശത്ത് ഇന്ന രാജ്യത്ത് ഒരു അക്രൈസ്തവനായും അല്ലെങ്കിൽ വേറൊരു രാജ്യക്കാരനായി ഇങ്ങനെ ബന്ധത്തിൽപ്പെട്ട് അവിഹിത ബന്ധത്തിൽപ്പെട്ട് നടക്കുകയാണ്, ഇനി അവിടെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്, അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. അവൾ എന്ത് പറഞ്ഞാലും കൂട്ടാക്കുന്നില്ല കണ്ടോ. അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ ചില രോഗപീഠകൾ, രോഗങ്ങൾ മാറാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് കടബാധ്യത, അതിഭയങ്കരമായ കടബാധ്യത. ഇങ്ങനെ ഒത്തിരിയേറെ കീറാമുട്ടി പ്രശ്നങ്ങളല്ലേ. നമ്മൾ കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിക്കുന്ന പോലെ അതെന്തിനു വേണ്ടിയിട്ട് അത്രമാത്രം കുരുക്കിൽപ്പെട്ടിട്ടുള്ള അവസ്ഥയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതുപോലെ അവസ്ഥയിൽ കുടുംബ പ്രശ്നങ്ങൾ പെട്ടെന്നൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അതുപോലത്തെ പ്രശ്നങ്ങളായിട്ട് കടന്നു വരുന്ന വ്യക്തികൾ. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരിക്കും തീർച്ചയായും. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം എന്താണ്, പ്രതിവിധി എന്താണ്? അപ്പോൾ ഇവർക്കൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ അച്ഛനോട് സംസാരിക്കണം, അതാണ് അവരുടെയൊക്കെ ഒരു ലക്ഷ്യം. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും നമുക്ക് കാണാം, അവിടെ ഏകദിന കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ ആളുകൾ വരുന്ന മുഴുവനും അച്ഛനെ കാണണം, കൗൺസിലിംഗ് സ്വീകരിക്കണം. പക്ഷെ അതിലുപരിയായിട്ട് കൗൺസിലിംഗ് ഒരു ഭാഗം, പക്ഷേ അച്ഛനെ കണ്ട് ഈ കാര്യങ്ങൾ അച്ഛനോട് എല്ലാം ഷെയർ ചെയ്യണം. കുടുംബ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ. ഈ ദിവസങ്ങളിൽ ഒരാൾ വന്നിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, അച്ഛനെ എപ്പോഴാണ് ഒന്ന് പേഴ്സണലായിട്ട് കണ്ട് ഒന്ന് കുറച്ച് നേരം ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട് ചോദിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, പേഴ്സണലായിട്ട് കാണാൻ അച്ഛന് സമയമില്ല, മുന്നൊക്കെ അങ്ങനെ കണ്ടിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇരിക്കാൻ നമുക്ക് നേരമില്ല, സമയമില്ല. അതുകൊണ്ട് കൗൺസിലേഴ്സിനെ നിങ്ങൾ ആദ്യം കാണുക, അതിനുശേഷം പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ പ്രാർത്ഥിച്ചു തരാം. അപ്പോൾ ആ ചെറുപ്പം സഹോദരൻ പറഞ്ഞു, ഭാര്യയും ഭർത്താവും പറഞ്ഞു, അച്ഛാ വലിയ ആർക്കും തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജോലി സംബന്ധമായ പ്രശ്നത്തിലൂടെയാണ് ഞാൻ കടന്നു പോവുക. അതിനെപ്പറ്റി അച്ഛനോടൊന്ന് പ്രാർത്ഥനാ സഹായം ചോദിക്കാനും അതിനെപ്പറ്റി ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അച്ഛനെ ഒന്ന് ഇരുന്ന് സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ആ സഹോദരൻ പറയുക, ഞാൻ പറഞ്ഞു, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആദ്യം ഒരു കൗൺസിലിംഗ് പോവുക, പിന്നെ ഒരു പ്രാർത്ഥന സ്വീകരിക്കാനായിട്ട് എൻ്റെ അടുത്ത് വരിക, ഞാനൊന്ന് പ്രാർത്ഥിച്ചു തരിക മാത്രം ചെയ്യാം. ഒരു പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നതാണ്, നമുക്ക് എല്ലാറ്റിൻ്റെയും ഉത്തരം പ്രാർത്ഥനയാണ്. അത്ഭുതങ്ങളുടെ ആരംഭം എന്താണ്? അത്ഭുതങ്ങളുടെ ആരംഭം പ്രാർത്ഥനയാണ്. അത്ഭുതങ്ങളുടെ ആരംഭം മനസ്സിലായോ? എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക. പിന്നാൾ ഒരു സഹോദരി വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സഹോദരി അവിടെ താമസത്തിൽ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സഹോദരിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ട മകന് വേണ്ടി? അവനച്ചാ പാണ്ഡുരോഗമാണ്, അവന് പാണ്ഡുരോഗം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പാണ്ഡുരോഗിയായ ആ മകനോട് ഇവിടെ വന്നൊരു ധ്യാനം കൂടാനായിട്ട് പറയും. ധ്യാനം കൂടാന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞു. ഉടനെ ആ സഹോദരി പറഞ്ഞു, അച്ഛാ അവൻ വരില്ല അച്ഛാ. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, ആദ്യം കർത്താവിൻ്റെ പാണ്ഡുരോഗം മാറ്റട്ടെ, അതിനുശേഷം ഞാൻ അവിടെ ധ്യാനിക്കാനായിട്ട് വരാം, ഇങ്ങനെയാണ് അവൻ പറയുക. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ,
പാണ്ഡുരോഗം മാറിയിട്ടല്ല നീ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനായിട്ട് വരിക, പ്രാർത്ഥിക്കുമ്പോഴാണ് നിന്റെ പാണ്ഡുരോഗം മാറിപ്പോവുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? പ്രാർത്ഥനയാണ്, നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് 1 മണിക്കൂർ സംസാരിച്ച് നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളെ മനസ്സിലെ വേദനകളൊക്കെ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ എത്ര മണിക്കൂർ വേണമെങ്കിൽ സംസാരിച്ചോ, അവസാനം എനിക്ക് എന്താ പറയാനുള്ളത്? പ്രാർത്ഥിക്കാൻ ചേട്ടാ, പ്രാർത്ഥിക്കാൻ ചേച്ചി, പ്രാർത്ഥിക്കാൻ മോനെ, പ്രാർത്ഥിക്കാൻ മോളെ, ഇങ്ങനെ പറഞ്ഞിട്ടേ വിടാനുള്ളൂ. അച്ഛന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അച്ഛന്മാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രാർത്ഥിക്കാൻ പറ്റും. യേശുക്രിസ്തുവാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ അതിസുന്ദരമായ വചനം, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക: നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യട്ടെ? പ്രാർത്ഥിക്കട്ടെ. വല്ലതി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം തന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുള്ള ഒരു വചനമാണ്. പ്രത്യേകിച്ച് ഒത്തിരി പേര് ഇതുപോലെ പ്രാർത്ഥനാ സഹായം ചോദിച്ചു വന്ന് ഇങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയാണ്. ഇറാമുട്ടി പ്രശ്നങ്ങളായിട്ട് വരുന്നു. അവർ വലിയ അച്ഛൻ്റെ അടുത്ത് വന്നാൽ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അവർ വരുന്നു. എനിക്കെന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എനിക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആ കൂടി ചെയ്യാൻ പറ്റുന്നത് തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് ഒരു ബന്ധന പ്രാർത്ഥന ചൊല്ലി അങ്ങനെ വിടുക. അവരോടും പറയും, നിങ്ങൾ 33 ദിവസം അത്ഭുതങ്ങളുടെ ജപമാല നിയമിച്ച് കണ്ടോളോ. അല്ലെങ്കിൽ ശാലോമിൽ എല്ലാ ശനിയാഴ്ചയും 6:30 എൽ റുഹ ദൈവവചന ശുശ്രൂഷയുണ്ട്. അത് നിങ്ങൾ നിയമം വെച്ച് നിങ്ങൾ കണ്ടോളോ. 7 ആഴ്ച 9 ആഴ്ച 13 ആഴ്ച നിയമം വെച്ച് കാണുക. അല്ലെങ്കിൽ ഇവിടെ എല്ലാ ശനിയാഴ്ചയും ഏകദിന ബൈബിൾ കൺവെൻഷൻ ഉണ്ട്. അതിൽ വന്നൊന്ന് പങ്കെടുത്ത് ഒരു 13 ആഴ്ച നിയമം വെച്ച് കാണുക. അല്ലെങ്കിൽ ഇവിടുത്തെ താമസമുള്ള ധ്യാനത്തിൽ നിങ്ങൾ വന്ന് പങ്കെടുക്കുക. ഇങ്ങനെ അല്ലെങ്കിൽ ഇവിടുന്ന് ബന്ധന പ്രാർത്ഥനാ പുസ്തകം വാങ്ങിക്കൊണ്ടുപോയി ബന്ധന പ്രാർത്ഥന ധാരാളം ചൊല്ലി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഇവിടുന്ന് നൊവേന പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിൽ നൊവേന പ്രാർത്ഥനകൾ ഏതെങ്കിലും വിശുദ്ധരോട്, വിശുദ്ധ അന്തോണീസോ അൽഫോൺസാമയോ ചാവറച്ചനോ ഏതെങ്കിലും വിശുദ്ധരോട് പ്രത്യേകം നിയമിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരിൽ അത്ഭുതം സംഭവിക്കും. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവരുണ്ടോ? ആലോചിച്ച് നോക്കി, ഓരോരുത്തർ ആലോചിച്ച് നോക്കി. ആത്മശോധന ചെയ്തേൻ. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ആത്മശോധന ചെയ്തേൻ. എന്തെങ്കിലും പ്രശ്നങ്ങളോ വിഷമങ്ങളോ വേദനകളോ സങ്കടങ്ങളോ ഉണ്ടോ? ആലോചിച്ച് നോക്ക്. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ? എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിന്നെ അലട്ടിക്കൊണ്ടിരിക്കണേ? എന്തെല്ലാം ദുരിതങ്ങളിലൂടെയാണ് നീ കടന്നു പോയിക്കൊണ്ടിരിക്കണേ? രഹസ്യ ദുഃഖങ്ങൾ ഇതിഞ്ഞി മാറിപ്പോകാൻ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ എന്താണ് ചെയ്യേണ്ടത്? യാക്കോബ് ശ്ലീഹ പറയാണ്, യാക്കോബ് 5:13, നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യട്ടെ? പ്രാർത്ഥിക്കട്ടെ. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹോ സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു കാര്യം സാധിച്ചു കിട്ടാത്തത്? നമ്മുടെ ഒരു കാര്യം സാധിച്ചു കിട്ടാത്തതിൻ്റെ കാരണം ഈ യാക്കോബ് ശ്ലീഹ തന്നെ 4-ാം അധ്യായത്തിൽ 2-3 തിരുവചനം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. മനസ്സിലായോ? നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ? നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതിന് വീണ്ടും കൂട്ടിച്ചോർത്തൊരു വചനം കൂടിയുണ്ട്: ചോദിച്ചിട്ടും നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നത് കൊണ്ടാണ്. വല്ലതി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാ പറഞ്ഞ ദൈവഹിതപ്രകാരമായ പ്രാർത്ഥന അത് ദൈവം കേൾക്കും. മനസ്സിലായോ? ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കി, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അത് പ്രാർത്ഥിക്കുക. 2 രീതിയാണ് അതിൽ. സ്നേഹമുള്ളവരെ, പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ടല്ലോ അല്ലേ? കുമ്പസാരം ഒരു പ്രാർത്ഥനയാണ്. കൂദാശകളെല്ലാം അതിൽ കുമ്പസാരം കുർബാന പ്രാർത്ഥനയാണ്. സ്തുതിപ്പ് ദൈവാരാധന പ്രാർത്ഥനയാണ്. പിന്നെ ജപമാല, പരിശുദ്ധമ്മയുടെ ജപമാല പ്രാർത്ഥനയാണ്. കരുണകൊന്ത പ്രാർത്ഥനയാണ്. വചനവായന പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥന അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുക. ബന്ധന പ്രാർത്ഥന, കുരിശൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഇതെല്ലാം പ്രാർത്ഥനകളാണ്. അപ്പോൾ ഈ പ്രാർത്ഥനകളിൽ തന്നെ ഏതാണ് ദൈവം കൂടുതൽ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന? മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രാർത്ഥനകളിൽ തന്നെ ദൈവം ഏത് പ്രാർത്ഥനയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥനകൾ? അത് ആദ്യം തിരിച്ചറിയുക. ഇനി ആ പ്രാർത്ഥന എടുക്കുക. ഇപ്പോൾ സ്തുതിപ്പാണ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന ഏതാണ്? ദൈവാരാധന, ദൈവസ്തുതിപ്പ്. അതിൻ്റെ മറ്റൊരു രൂപമാണ് വിശുദ്ധ കുർബാന. മനസ്സിലായോ? ലിറ്റർജി, ആരാധനാക്രമം. വല്ലതി പറഞ്ഞേ ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പൊ അതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയും പറയുന്നത്. ദൈവാരാധന, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിന് അത്രയ്ക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ് സ്നേഹമുള്ളവരെ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന ഏതാണ്, അത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രാർത്ഥനകൾ ചൊല്ലി കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക, ആ പ്രാർത്ഥനകൾ കൂടുതലായിട്ട് ചൊല്ലുക. മനസ്സിലാവുന്നുണ്ടോ? മറ്റൊന്ന്, നീ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, ആ കാര്യം ദൈവസന്നിധിയിൽ ഇഷ്ടമാണോ എന്ന് ആലോചിച്ച് നോക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിന് ഇപ്പോൾ പരിശുദ്ധാത്മാവിനെന്ന് അറിയാൻ വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുക എന്ന് കരുത്, നമുക്കറിയാം അത് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനയാണ്. വീട് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, തീർച്ചയായിട്ടും പാർപ്പിടം, ഇതൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ളതാണ്. അങ്ങനെ ഇതൊക്കെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. അങ്ങനെ അല്ലെങ്കിൽ കടബാധ്യതയിലൂടെ പോകണമെന്നല്ല ദൈവത്തിൻ്റെ ആഗ്രഹം, കടബാധ്യത മാറണം, അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ്. അങ്ങനെ ദൈവഹിതപ്രകാരമായ പ്രാർത്ഥന, ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിൻ്റേതായ ഒരു തന്നിഷ്ടക്കാരനായി നിൻ്റേതായ തന്നിഷ്ടം നിറവേറാൻ വേണ്ടി ദൈവത്തിന് നിരക്കാത്ത ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അങ്ങനെ നീ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. അതാണ് യാക്കോബ് പറയുക, ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നത് കൊണ്ടാണ്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ കുറച്ച് കാലഘട്ടം, ഈ കുറച്ച് വർഷങ്ങൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ധ്യാന ശുശ്രൂഷയിലേക്ക് കടന്നപ്പോൾ പലരും ഈ കൗൺസിലിംഗ് ശുശ്രൂഷ, വരങ്ങൾ ഉപയോഗിച്ചുള്ള സ്പിരിച്വൽ ഷെയറിങ്, ഈ സ്പിരിച്വൽ ഷെയറിങ് ശുശ്രൂഷയിലൂടെയാണ് കൂടുതലായിട്ട് ദൈവഹിതം എനിക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങിയത്. അതും ദൈവസ്വര സന്ദേശങ്ങളിലൂടെ കർത്താവ് തന്നൊരു വലിയൊരു കൃപയായിട്ട് നന്ദിപൂർവ്വം അത് പറയുമ്പോൾ തന്നെ കണ്ണ് നിറയുന്നൊരു അനുഭവം എനിക്ക് വരും. അത് ദൈവം എനിക്ക് തന്ന വലിയൊരു കൃപയായിട്ട്, അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നതാണ്. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാനുള്ള ഒരു പ്രത്യേക കൃപ ദൈവം തന്ന് അനുഗ്രഹിച്ചതായിട്ട് ഒരു അനുഭവം എനിക്കുണ്ട്. അപ്പം അത് മോശയോട് ദൈവം മുഖാമുഖം സംസാരിച്ചു. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുപോലെ ദൈവം പറയുന്നത് നമുക്ക് ഈ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റും. അല്ലേ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക ചെയ്തോ, പക്ഷേ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും. ശാന്തമായൊരു സ്വരം, മൃദുലമായൊരു സ്വരം എന്നൊന്നില്ലാതെ പറഞ്ഞ് വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ദൈവസ്വര സന്ദേശങ്ങൾ. അങ്ങനെ കർത്താവ് ഒത്തിരി ദൈവസ്വര സന്ദേശങ്ങൾ തന്നതിൽ ഏകദേശം ഒരു കുറച്ച് സന്ദേശങ്ങൾ ഞാൻ ഈ പുസ്തകത്തിൻ്റെ പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ സന്ദേശങ്ങൾ ഞാൻ പെട്ടെന്ന് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ, ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തന്ന ശക്തമായൊരു പ്രേരണയാണ്. നിനക്ക് കിട്ടിയ ദൈവസ്വര സന്ദേശങ്ങളൊന്ന് എടുത്തു നോക്കുക. ഭയങ്കര പ്രേരണ. ഞാൻ ഈ പുസ്തകം എടുത്തോ, ഈ പുസ്തകത്തിന് പിന്നിൽ കർത്താവ് ഈ നാളുകളിൽ എനിക്ക് തന്ന ദൈവസ്വര സന്ദേശങ്ങളിൽ ഒരു 19 ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. വേറെ കുറേ സന്ദേശങ്ങളുണ്ട്, അത് ഇതിൽ എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിലെഴുതിയത് ഞാനിങ്ങനെ വായിച്ചു നോക്കുകയായിരുന്നു. അപ്പോൾ നോക്കുക സ്നേഹമുള്ളവരെ, ഇതിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഞാൻ കേട്ടൊരു ദൈവസ്വര സന്ദേശം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അത് പല സമയത്താണ്. ചിലപ്പോൾ ഏകദിന കൺവെൻഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുക, അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ ജപമാല യൂട്യൂബിൽ എല്ലാ ചൊവ്വാഴ്ച 7:30 അതിനു വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള ദൈവസ്വരം കേൾക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ പ്രയർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്വരമായി ചെവിയിൽ വന്ന് പതിച്ച ചില വാക്യങ്ങൾ ഞാൻ എഴുതി വച്ചിരിക്കുകയാണ്. അതാണ് ദൈവസ്വരം. ആ സ്വരമനുസരിച്ച് പ്രവർത്തിച്ചാൽ അത്ഭുത പെരുമഴയാണ് സംഭവിക്കുക. അതാണ് ഈ കടലുണ്ടിയിലെ എൽറുഹ ധ്യാന കേന്ദ്രം പെട്ടെന്ന് വെറും 2 വർഷം കൊണ്ട്, നിസ്സാര വർഷം കൊണ്ട് പെട്ടെന്ന് ദൈവം അതിനെ ഉയർത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ദൈവസ്വര സന്ദേശം, ആ സന്ദേശം അനുസരിച്ച് അവിടുത്തെ എല്ലാ ശുശ്രൂഷകളും ക്രമീകരിക്കപ്പെടുകയാണ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്താണ്? ഞാൻ വായിക്കാം. പ്രശ്നങ്ങൾ മാറിപ്പോകാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. മനസ്സിലായോ? ഒരു ദൈവസ്വര സന്ദേശമാണ് കേട്ടോ. ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും കർത്താവ് തരുന്ന സന്ദേശം, ഇനി പ്രശ്നങ്ങൾ മാറിപ്പോകാൻ നീ തെക്ക് വടക്ക് ഓടിയിട്ട് കാര്യമില്ല, പ്രശ്നങ്ങൾ മാറിപ്പോകാൻ നീ ബഹളം വെച്ചിട്ട് കാര്യമില്ല, ഓടിട്ടിട്ട് കാര്യമില്ല, കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഹോസിയ 7:14 പറയുന്നില്ലേ, അവർ ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കേണ്ടതിന് പകരം കിടക്കി കിടന്ന് കരഞ്ഞിട്ട് വരെ കാര്യമുണ്ടോ? പ്രശ്നങ്ങൾ വരുമ്പോൾ കിടക്കി കിടന്ന് കരയല്ല നീ വേണ്ടത്. ദൈവസ്വര സന്ദേശം ദൈവം പറയുകയാണ്, പ്രശ്നങ്ങൾ മാറിപ്പോകാൻ
ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ജപമാലയാണ് ഉദ്ദേശിക്കുക കേട്ടോ. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി നീ പ്രാർത്ഥിച്ചോ. പരിശുദ്ധ അമ്മ കുടുംബിനിയാണ്. കുടുംബ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണ്. ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒത്തിരിയേറെ നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികളുണ്ട് അല്ലേ. കുഞ്ഞു കുട്ടികൾ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, പരീക്ഷ കഴിഞ്ഞവർ, വിവിധ തരം ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷകൾ, അങ്ങനെ പലതരം പരീക്ഷ, വിദേശത്ത് പോകാനുള്ള പരീക്ഷകൾ. എൻ്റെ സ്നേഹമുള്ളവരെ, നീ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, യൂത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആരോടാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്? പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. കാരണം കുടുംബ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അതുകൊണ്ടല്ലേ വിശുദ്ധരെല്ലാം പ്രധാനമായിട്ടും പരിശുദ്ധ അമ്മയോട് പ്രത്യേകം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ ഏറ്റവും കൂടുതൽ ഒരു ദിവസം തന്നെ ഏറ്റവും കൂടുതൽ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലിയ വിശുദ്ധനാണല്ലോ വിശുദ്ധ പാദ്രി പിയോ. ഒരു ദിവസം 40ഓളം ജപമാലയാണ് അദ്ദേഹം ചൊല്ലിയിരുന്നത്. ഒരു ദിവസം 40 ജപമാല സ്ഥിരം ചൊല്ലിയിരുന്ന വ്യക്തിയാണ് വിശുദ്ധ പാദ്രി പിയോ. ഇനി ഒരു ദിവസം തന്നെ 40 ജപമാല ചൊല്ലിയ വേറൊരു വിശുദ്ധയുണ്ട്. വേറൊരു വിശുദ്ധ, അത് ഇന്ത്യയിലൊരു വിശുദ്ധയാണ്. അത് വിശുദ്ധ മദർ തെരേസയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ? അപ്പോൾ അവര് ശ്രദ്ധിക്കുക, അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിക്കുക. അവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ ജപമാലയായിരുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല അവർ കൂടുതൽ പ്രാർത്ഥിക്കാൻ കാരണം? അത് പിതാവായ ദൈവത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാ പറഞ്ഞ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥനകൾ എഴുത്. കൂടുതൽ ഇഷ്ടമുള്ളത്, എല്ലാ പ്രാർത്ഥനയും ദൈവത്തിന് ഇഷ്ടമാണ്. പക്ഷെ ദൈവത്തിന് കൂടുതൽ ഇഷ്ടമുള്ള പ്രാർത്ഥന, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് യേശുവിനെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ സ്വഭാവം, പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം, 3 പേരുടെ സ്വഭാവം ഒന്നാണ്. ഈ സ്വഭാവം നമ്മൾ ആദ്യം പഠിക്കണം. മനസ്സിലായോ? പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവരുടെ സ്വഭാവം പഠിക്കുക, ദൈവത്തിൻ്റെ സ്വഭാവം പഠിക്കുക. ദൈവത്തിൻ്റെ സ്വഭാവം പഠിച്ചിട്ട് അപ്രകാരം നമ്മൾ നമ്മുടെ ജീവിതത്തെയും പ്രാർത്ഥനകളെയും മറ്റെല്ലാം ക്രമീകരിക്കുക. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ആദ്യം പഠിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നീ നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ജീവിതവും എല്ലാം നീ ക്രമീകരിച്ച് നോക്കിയേ. ഈ നേരത്തെ ഞാൻ പറഞ്ഞ വൻ കൃപകളും വൻ സൗഖ്യങ്ങളും മഹാത്ഭുതങ്ങളും, പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുതങ്ങളും കേട്ടാൽ സമ്മതിക്കാത്ത അത്ഭുതങ്ങളും കേട്ട് കേൾവി മാത്രമെന്ന് ജനം പറയുന്ന അതിശയകരമായ അസാധാരണമായ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് ചുരുങ്ങുക, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് പഠിക്കുക, അതനുസരിച്ച് പ്രാർത്ഥിക്കുക, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക, അതനുസരിച്ച് നിൻ്റെ സ്വഭാവത്തെ ക്രമീകരിക്കുക, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കുക. ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ജീവിത അവസ്ഥയിലേക്ക് നീ ചുരുങ്ങിയേ ഈ പറഞ്ഞ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇനി ഓർക്കുകയാണ്, അവിടെ ഒരു താമസമുള്ള ധ്യാനം നടക്കുകയാണ്. ഈ താമസമുള്ള ധ്യാനത്തിന് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദൈവസ്വര സന്ദേശം ചെവിയിൽ പതിക്കുക. ആ ദൈവസ്വരം ചിലപ്പോൾ വചനങ്ങൾ ഒരു സ്വരമായി ചെവിയിൽ പതിക്കും. വചനം ഒരു സ്വരമായി, ശരിക്കും ഒരു സ്വരമായി ചെവിയിൽ വന്ന് പതിക്കും. അപ്പം അങ്ങനെ ഒരു വചനം ഒരു സ്വരമായി ചെവിയിൽ പതിച്ചു. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 4-ാം തിരുവചനം. എന്താണ് തിരുവചനത്തിൻ്റെ കോണ്ടെക്സ്റ്റ്? എന്താണ് അതിൻ്റെ സന്ദർഭം? ഈ കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നുപോയി. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഇതാണ് ദൈവസ്വര സന്ദേശമായിട്ട് പതിച്ചത്. 4-ാമത്തെ വാക്യം, യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ 4-ാമത്തെ വാക്യം ഒരു ദൈവസ്വര സന്ദേശമായി ചെവിയിൽ പതിക്കുക. സ്ത്രീയെ, പരിശുദ്ധ അമ്മയോട് പറയാണ്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഈ ഒരു ദൈവസ്വര സന്ദേശം ചെവിയിൽ പതിച്ചപ്പോൾ തന്നെ അതിൻ്റെ വ്യാഖ്യാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നു. ആ വ്യാഖ്യാനം ഇതാണ്. ഈ വന്നിരിക്കുന്ന ഈ താമസമുള്ള ധ്യാനത്തിൽ വന്നിരിക്കുന്ന ആ സമൂഹത്തിൽ വലിയ കീറാമുട്ടി പ്രശ്നങ്ങൾ, വലിയ കുരുക്കിലൂടെ, വിഷമങ്ങളിലൂടെ നാളുകളായി, വർഷങ്ങളായി കടന്നു പോകുന്ന മക്കൾ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ ഈ പ്രശ്നങ്ങൾ മാറാത്തതിൻ്റെ കാരണം നാളുകളായി പ്രാർത്ഥിക്കുന്ന, ദീർഘകാലമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ സംഭവിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരാരും തന്നെ
പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് പ്രത്യേക ഭക്തി കാണിച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്ന സന്ദേശമായിരുന്നു കർത്താവ് തന്നത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നാളുകളായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ മനസ്സിലായോ, അത് പെട്ടെന്ന് സാധിച്ചു ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് ഇതൊരു രഹസ്യമാണ് കേട്ടോ. അച്ഛനിപ്പോൾ ഈ ജാഗരണ പ്രാർത്ഥനയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വർഗം അച്ഛന് വെളിപ്പെടുത്തി തന്ന ചില രഹസ്യങ്ങളാണ്. നിന്റെ നാളുകളായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ ഏകദേശം 6 മാസത്തിലധികമായി ഒരേ കാര്യത്തിന് വേണ്ടി ആരോ ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. 6 മാസത്തിലധികമായി ഒരേ കാര്യത്തിന് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന, പ്രത്യേകം നിയോഗം വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ആരോ ഈ കൂട്ടത്തിലുണ്ട്. 6 മാസമായി ആ വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതെ, ഇന്ന് ഈ ജാഗരണ പ്രാർത്ഥനയിൽ ആ വ്യക്തിയുടെ ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? പ്രത്യേകം അങ്ങനെ നിയോഗം വെച്ച് നീ പ്രാർത്ഥിച്ചോ, ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ വലിയൊരു ദൈവാനുഭവം പറയാം. അതായത് ഈ എൽറുഹ ധ്യാനം തുടങ്ങിയത് ജെറുസലം ധ്യാന കേന്ദ്രം, തൃശ്ശൂർ ഭാഗത്ത് തലൂരുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ജെറുസലം റിട്രീറ്റ് സെൻറ്റർ. അവിടെയായിരുന്നു ഞാൻ 2.5 വർഷം. അവിടെ പ്രധാനമായിട്ടും എൻ്റെ ഡ്യൂട്ടി അവിടെ നിന്നുകൊണ്ട് പഠിക്കുകയായിരുന്നു. MTH മാസ്റ്റർ ഓഫ് തിയോളജി. അങ്ങനെ മംഗലപ്പുഴ സെമിനാരിയിൽ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പോയി പഠിച്ചു വരും. അങ്ങനെ ക്ലാസ്സിന് പോയി വരും. അങ്ങനെ വ്യാഴം വെള്ളി ശനി ദിവസങ്ങൾ ഇങ്ങനെയുള്ള 3 ദിവസത്തെ ധ്യാനങ്ങൾ ഞാൻ തന്നെ തുടങ്ങിയ ധ്യാനമാണ്. അത് അവിടെ താമസമുള്ള ധ്യാനമല്ല, ഇങ്ങനെ പുറത്തു പോയി നടത്തപ്പെടുന്ന ധ്യാനങ്ങൾ. അതായത് സ്കൂളുകൾ, കോളേജുകൾ, നഴ്സിംഗ് കോളേജുകൾ, അല്ലെങ്കിൽ എന്താ പറയുക ടീച്ചേഴ്സ്, ഇങ്ങനെയുള്ള ഇടവുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി ധ്യാനിപ്പിക്കുക. എങ്ങനെ പകൽ ധ്യാനങ്ങൾ രാവിലെ 9 മണി മുതൽ 4 മണി വരെയുള്ള ധ്യാനങ്ങൾ. അങ്ങനെ 3 ദിവസത്തെ ധ്യാനങ്ങൾ. ഈ 3 ദിവസത്തെ ധ്യാനത്തിൽ നമ്മൾ താമസമുള്ള ധ്യാനത്തിൽ എന്നതുപോലെ കുമ്പസാരവും കൗൺസിലിങ്ങും പറ്റുന്ന വെച്ചാൽ 2 കൗൺസിലിങ്ങും. അപ്പോൾ അന്നേ മുതൽ കൗൺസിലിങ്ങിന് ഞാൻ ഈ കൗൺസിലിംഗ് വെച്ചാൽ മരങ്ങൾ ഉപയോഗിച്ചുള്ള സ്പിരിച്വൽ ഷെയറിങ്ങിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ധ്യാനം അങ്ങനെ വളരാൻ തുടങ്ങി. അങ്ങനെ ഒത്തിരിയേറെ ധ്യാനങ്ങൾ, എപ്പോഴും ധ്യാനം, എല്ലാ ആഴ്ചയിലും വ്യാഴം വെള്ളി ശനി എനിക്ക് ധ്യാനങ്ങളാണ്. അങ്ങനെ ഈ എൽറുഹ ആ തൃശ്ശൂർ പ്രദേശത്തെ കോളേജുകളിൽ നാട്ടിലൊക്കെ ഇങ്ങനെ പരന്ന് എപ്പോഴും ധ്യാനം, എല്ലാ ആഴ്ചയും ധ്യാനം. അപ്പം ഇങ്ങനെ ധ്യാനം ഇങ്ങനെയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പം അങ്ങനെ ഇരിക്കുകയും ഞാൻ കൊറോണയ്ക്ക് മുമ്പായിട്ട് ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ധ്യാനത്തിന് പോയി. അവിടെ ധ്യാന ഗുരു അച്ഛനെ കണ്ടു. അച്ഛനെ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം കിട്ടി. 1 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റുകൾ മാത്രം പ്രാർത്ഥിക്കാൻ ഒരു അവസരം. അപ്പോൾ അച്ഛനായതുകൊണ്ട് തന്നെ പട്ടം കിട്ടി 2ാമത്തെ വർഷമാണ് ഞാനായിരിക്കുക. അപ്പോൾ ഞാൻ അച്ഛനെ കണ്ടൊന്ന് പ്രാർത്ഥിച്ചു. അച്ഛനോട് ഞാൻ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനാ നിയോഗം ഇതാണ് അച്ഛാ. അപ്പോൾ എല്ലാവരും അച്ഛനെ കാണുമ്പോൾ ജസ്റ്റ് ഒരു പ്രാർത്ഥനാ നിയോഗം പറയും, അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചു തരും. അങ്ങനെയാണ്. അപ്പോൾ ഈ അച്ഛനെ കണ്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ എൻ്റെ പ്രാർത്ഥനാ നിയോഗം ഇതാണ്. ഞാൻ എൽറുഹ എന്ന പേരിൽ ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ധ്യാനങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ആ ധ്യാനത്തിൻ്റെ രീതി അച്ഛനോട് ഞാൻ പറഞ്ഞു. അത് അവിടെ നടത്തപ്പെടുന്ന ധ്യാനമല്ല, പുറത്ത് പോയി നടത്തപ്പെടുന്ന പല സ്കൂളുകൾ, കോളേജുകളിൽ, ഹോസ്പിറ്റലിൽ, അങ്ങനെയുള്ള നഴ്സിംഗ് കോളേജ്, ഇങ്ങനെയുള്ള ഇടവുകളൊക്കെ നടത്തപ്പെടുന്ന ധ്യാനമാണ്. ഇങ്ങനെ അച്ഛനോട് ഷെയർ ചെയ്യാം. അച്ഛൻ ഈ ധ്യാനം, ഈ ഒരു ശുശ്രൂഷ അത് കൂടുതൽ വ്യാപിക്കാൻ വേണ്ടിയും വളരാൻ വേണ്ടിയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത്രയുള്ളൂ. ഉടനെ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ച്, അച്ഛന് ഒത്തിരി പ്രവചനപരമുള്ള ഒരു അച്ഛൻ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ എൽറുഹ ധ്യാനം ഇത്ര വർഷത്തിനുള്ളിൽ അത് ഇങ്ങനെയോ, ഇത്ര വർഷത്തിനുള്ളിൽ അത് ഇങ്ങനെയോ, ഇത്ര വർഷത്തിനുള്ളിൽ അത് ലോകം മൊത്തം പരക്കും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇതിങ്ങനെ ഒരു പ്രവചനം നടത്തുകയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം വീണ്ടും എന്നോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, എന്നാൽ അച്ഛൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായി? അതായത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന്. ഞാൻ ചെയ്യേണ്ട കാര്യം എന്താ? അച്ഛൻ ജപമാല ധാരാളം ചൊല്ലി പ്രാർത്ഥിക്കുക. ഏത് ജപമാല? പരിശുദ്ധ അമ്മയുടെ ജപമാല. പലതരത്തിലുള്ള ജപമാല ഉള്ളതുകൊണ്ടാണ് അച്ഛൻ എടുത്ത് പറയുക. പരിശുദ്ധ അമ്മയുടെ ജപമാല അച്ഛൻ കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കണം. എന്തുമാത്രം അച്ഛൻ കൂടുതൽ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടോ അത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ ഈ പ്രവചനങ്ങളൊക്കെ സംഭവിക്കുന്നു പറഞ്ഞു. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം അച്ഛനൊരു കാലഘട്ടം പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ്റെ ഇത്ര വർഷത്തിനുള്ളത് ഇങ്ങനെയാവും, ഇത്ര വർഷത്തിനുള്ളത് അടുത്ത സ്റ്റെപ്പിലേക്ക് വളരും, ഇത്ര വർഷത്തിനുള്ളിൽ അത് ലോകം മൊത്തം പരക്കും. ഇതാണ് അച്ഛൻ പറഞ്ഞത് പ്രവചനം. എന്നിട്ട് ഈ അച്ഛൻ തന്നെ പറയുകയാണ്, ഈ പ്രവചനം ഈ വർഷങ്ങൾ നോക്കേണ്ടതില്ല,
അച്ഛൻ എന്തുമാത്രം ജപമാല കൂടുതൽ ചെല്ലുന്നോ അത്രയും പെട്ടെന്ന് ഇത് സംഭവിക്കും. അത്രയും കാലാവധി കാത്തിരിക്കേണ്ടി വരില്ല. 8 വർഷം 10 വർഷം 12 വർഷം 20 വർഷം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല. അത് പെട്ടെന്ന് സംഭവിക്കും. അതുപോലെ തന്നെ ഞാൻ ധാരാളം, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ആ കൂടി അറിയാവുന്ന നമ്മൾക്ക് പലർക്കും പല പ്രാർത്ഥനകളൊക്കെ അറിയാമല്ലേ. അതിനറിയാവുന്ന ചില ഏതാനും പ്രാർത്ഥനകളുള്ളൂ. അതിലൊരു പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല ധാരാളം ചൊല്ലി സെമിനാരി കാലം മുതൽ എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണട്ടോ എന്നായിരുന്നു ഞാൻ കേട്ട ആദ്യത്തെ ദൈവസ്വര സന്ദേശം. 2008 ബാംഗ്ലൂർ ധർമാരാം സെമിനാരിയിൽ ഫിലോസഫി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യത്തെ ദൈവസ്വരം കേൾക്കുക. അന്ന് എനിക്ക് പരിശുദ്ധ അമ്മയോട് ഒട്ടും ഭക്തി ഉണ്ടായിരുന്നില്ല, പരിശുദ്ധ അമ്മയിൽ എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരിക്കലും ഒരു മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ സന്യാസ സഭകളിൽ അല്ലെങ്കിൽ സെമിനാരികളിലൊക്കെ ധ്യാനം ഉണ്ടാവും. ഇങ്ങനെ മൗനമായി കണ്ണുകളടച്ച് ഇരുകരങ്ങൾ ഇങ്ങനെ യാചന പുറപ്പെടുവിച്ച് ദിവികാണ്ടിലെ ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് ഇങ്ങനെ മൗനമായ ധ്യാനം, മെഡിറ്റേഷൻ എന്ന് പറയും, കോണ്ടംപ്ലേഷൻ. അങ്ങനെ ധ്യാനത്തിലായിരിക്കുന്ന സമയത്ത് ഒരു സ്വരം വന്ന് ചെവിയിൽ വന്ന് പതിക്കുകയാണ്. പലപ്പോഴായിട്ട് ഞാൻ പല സ്ഥലത്ത് ഈ അനുഭവം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നില്ല. പക്ഷേ ആ ഒരു ധ്യാനത്തിലാണ് കർത്താവ് തന്നൊരു ദൈവസ്വര സന്ദേശം. ആദ്യത്തെ ദൈവസ്വരം ഞാൻ കേൾക്കുക, അമ്മയോട് പ്രാർത്ഥിക്കണട്ടോ. വലുത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയോട് പ്രാർത്ഥിക്കണട്ടോ. അന്ന് മുതലാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിക്കുക. പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് അന്ന് മുതലൊരു ജ്വരം വരികയാണ്. ഈ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ നമുക്ക് തരുന്നത് പരിശുദ്ധ അമ്മയാണെന്നാണ് പറയുക. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, അപ്പോസ്തല പ്രവർത്തനം 1:14, അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പ്രാർത്ഥനയിൽ എന്ത് ചെയ്തിരുന്നു? മുഴുകിയിരുന്നു എന്നാ പറയാ. പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക. അപ്പം ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കൃപ തരുന്നത് ആരാണ്? പരിശുദ്ധ അമ്മയാണ്. 1 മുതൽ കുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ, ജപമാല കുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കുറേ സമയം ദീർഘനേരം കുത്തിയിരിക്കാൻ, അങ്ങനെ പ്രാർത്ഥനയിൽ വലിയൊരു അഭിഷേകം എനിക്ക് ലഭിച്ചത് ഈ ഒരു ദൈവസ്വര സന്ദേശം കേട്ട് അന്ന് മുതൽ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. വിളിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി സ്നേഹമുള്ളവരെ നിങ്ങൾ കളയരുത്. നിങ്ങളുടെ ദീർഘകാലത്തെ ആഗ്രഹങ്ങളും ഇപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇവിടെ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ അത് ഒരു പക്ഷേ ഈ ശാലും ടി വിയിലായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നവരിലായിരിക്കാം. ഒരു കർത്താവ് വ്യക്തമായൊരു സന്ദേശം തരികയാണ്. വർഷങ്ങളായി നാളുകളായി ഒരു ഹസ്ബൻഡും വൈഫും വിദേശത്ത് പോകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളുകളായിട്ടോ, കുറേ നാളായി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ശക്തമായി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും പോകാൻ പറ്റില്ല. മനസ്സിലായോ? അങ്ങനെ ഇരിക്കുന്ന ആരോ ഈ ശുശ്രൂഷ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദേ കർത്താവ് ആ തടസ്സം മാറ്റിക്കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പിന്നീട് അത് സാക്ഷ്യപ്പെടുത്തണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. നാളുകളായിട്ടുള്ള പരിശ്രമമാണ്, നാളുകളായിട്ട്. പക്ഷെ അവർക്ക് സാധിച്ചു കിട്ടുന്നില്ല. തടസ്സം. രണ്ടുപേരും കൂടി പോകാനിരിക്കണേ, പക്ഷെ എന്ത് ചെയ്താൽ അവർക്ക് പറ്റുന്നില്ല. എങ്ങനെയെങ്കിലൊക്കെ അത് മാറിപ്പോയി. പക്ഷേ ഇനി അധികം താമസിക്കില്ല, നിന്റെ ആ തടസ്സം കർത്താവ് മാറ്റിയിരിക്കുകയാണ്. അത് ഈ പരിശുദ്ധ അമ്മയുടെ ഈ കാര്യം. എൻ്റെ അമ്മേ, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയായിട്ടില്ല. സമയമാവാതിരുന്നിട്ട് പോലും പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ ഈശോ സമയമാവാതിരുന്നിട്ട് പോലും നേരത്തെ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ച് തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സമയമായിട്ടില്ല പല കാര്യങ്ങൾക്കും പോകാനും ചെയ്യാനും, ജോലി കിട്ടാനും, പാസ്സാവാനും, അല്ലെങ്കിൽ രോഗം മാറാനും. പക്ഷെ പലതും സമയമാവുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഈ അമ്മ നിനക്ക് സാധിച്ചു തരും. അല്ലെ ഇത് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, സ്നേഹമുള്ളവരെ, ഇനി മറ്റൊരു ദൈവസ്വര സന്ദേശം, ഈ സന്ദേശത്തിലെല്ലാം ഇതന്നെയാണ് എഴുതി വെച്ചിരിക്കുക. മറ്റൊന്ന് ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാം. കർത്താവ് തന്ന ദൈവസ്വര സന്ദേശങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. കണ്ടോ? പ്രാർത്ഥിക്കുക, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. അതിൽ ആ വാക്കുവന്ന് പ്രാർത്ഥിക്കുക. ഇനി അടുത്തത്, ദൈവത്തെ സ്തുതിക്കണമെന്നും ദൈവത്തെ ആരാധിക്കണമെന്നും അത്രമാത്രം ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ട്. കണ്ടോ? സ്തുതിപ്പ്. വീണ്ടും കടബാധ്യതയുള്ളവരോട് പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പറയുക. കണ്ടോ?
അപ്പം കടബാധ്യതയുള്ളവർ ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധ മറിയത്തോട് പ്രത്യേകം മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുക. വലുത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വീണ്ടും ദുശ്ചിന്തകൾ മാറിപ്പോകാൻ നെറ്റിയിൽ ഹന്നാവെള്ളം കൊണ്ട് കുരിശടയാളം വരയ്ക്കുക. കണ്ടോ, ഇതൊരു പ്രാർത്ഥനയാണ്. കുരിശടയാളം വരയ്ക്കുന്നത് നല്ലൊരു പ്രാർത്ഥനയാണ്, കുരിശടയാളം. അപ്പോൾ ഈ ദുശ്ചിന്തകൾ, ബാഡ് തോട്ട്സ്, ഇതൊക്കെ ചിലർക്ക് നമ്മുടെ കർത്താവിലേക്ക് പോലും നല്ല രീതിയിൽ നോക്കാൻ ചില പെൺകുട്ടികൾക്ക് പറ്റുന്നില്ല. ചില കർത്താവിനെ നോക്കുമ്പോൾ പലതും കർത്താവിൻ്റെ സെറ്റ്സാണ് ഓർമ്മ വരിക. ചില പലർക്ക് പരിശുദ്ധ അമ്മയിലേക്ക് നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധ അമ്മയെ നോക്കുമ്പോൾ ചില ആൺകുട്ടികൾക്കൊക്കെ പരിശുദ്ധ അമ്മയുടെ സെറ്റ്സാണ് ഓർമ്മ വരിക. ഇങ്ങനെയുള്ള ദുശ്ചിന്തകളൊക്കെ മാറിപ്പോകാനായിട്ട്, അല്ലെങ്കിൽ പോൺ വീഡിയോസ്, അല്ലെങ്കിൽ ബാഡ് ഇങ്ങനെയുള്ള മറ്റ് എന്താ പറയുക കൊറിയൻ സീരീസ്, ഡ്രാമ, അങ്ങനെയുള്ള കുറേ മോശമായ വീഡിയോസ്, ഇതിൻ്റെയൊക്കെ അഡിക്ഷൻ, ഇതൊക്കെ വിട്ടുപോകാനായിട്ട് കർത്താവ് തന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് തന്നൊരു ദൈവസ്വര സന്ദേശമാണ്. ഈ ദുശ്ചിന്തകൾ മാറിപ്പോകാൻ നെറ്റിയിൽ എന്ത് ചെയ്യണം? ഈ ഹന്നാവെള്ളം കൊണ്ട് കുരിശടയാളം വരച്ച് അല്പം ഹന്നാവെള്ളം കണ്ണിലും ഇങ്ങനെ പുരട്ടുക. ആ തിന്മ നിന്നെ വിട്ടുപോകും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പരീക്ഷ നോക്ക്. ഇതൊരു പ്രാർത്ഥനയാണ്. ഇതൊരു പ്രാർത്ഥനയാണ് ഈ കുരിശ് വര. അടുത്തത് തുറന്നൊരു കുമ്പസാരം വേണം. ഉണ്ടോ? തുറന്നൊരു കുമ്പസാരം. ഇത് അച്ഛൻ വായിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു സന്ദേശം കർത്താവ് തരുമ്പോൾ തന്നെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനേകായിരം മക്കള് ഓരോരുത്തരും ആത്മശോധന ചെയ്തോ, പലരുടെയും കുമ്പസാരം കള്ളക്കുമ്പസാരമാണ്. തുറന്നൊരു കുമ്പസാരം ഇല്ല എന്ന് ഈശോ പറയുന്നു. ഇത് പങ്കെടുക്കുന്ന ഓരോ മക്കളെ ആത്മശോധന ചെയ്യുക. ഞാനൊരു തുറന്ന കുമ്പസാരാണോ നടത്തിയിട്ടുള്ളത്? ഞാൻ എല്ലാ പാപങ്ങളും പറഞ്ഞിട്ടുണ്ടോ? പാപം മറച്ചു വെച്ചിട്ടുള്ളൊരു കുമ്പസാരം, സീരിയസ്നെസ് ഓഫ് സിൻ, ഗ്രാവിറ്റി ഓഫ് സിൻ, ഇൻറ്റൻസിറ്റി ഓഫ് സിൻ, അത് ഏറ്റു പറഞ്ഞിട്ട് ഞാനൊരു തുറന്ന കുമ്പസാരം, മരണത്തിനൊരുക്കമായൊരു കുമ്പസാരം എൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടോ? ആലോചിച്ച് നോക്കുക. കുമ്പസാരം ശക്തമായൊരു പ്രാർത്ഥനയാണ്. സ്നേഹമുള്ളവരെ, ഇത്ര നാളത്തെ അനുഭവത്തിൽ ഞാൻ പറയാം, വളരെ പ്രധാനപ്പെട്ട 5 പ്രാർത്ഥനകൾ അച്ഛൻ ഇപ്പം തന്നെ പറയാം. വളരെ എൻ്റെ ഈ കൗൺസിലിംഗ് അനുഭവം, സ്പിരിച്വൽ ഷെയറിംഗ് അനുഭവത്തിൽ നിന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 5 പ്രാർത്ഥനകൾ. 1 കുമ്പസാരം, 2 വിശുദ്ധ കുർബാന, 3 ദൈവാരാധന, സ്തുതിപ്പ്. കണ്ടോ, അച്ഛന് സമയമുണ്ടെങ്കിൽ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദൈവത്തെ സ്തുതിക്കണമെന്നും ദൈവത്തെ ആരാധിക്കണമെന്നും അത്രമാത്രം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് വചനവായന. വചനവായന അതൊരു വലിയൊരു പ്രാർത്ഥനയാണ് കേട്ടോ, ശക്തമായ പ്രാർത്ഥനയാണ് വചനവായന. ഇനി 5ാമത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന കർത്താവ് വെളിപ്പെടുത്തി തന്നത് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതാണ് പരിശുദ്ധ അമ്മയുടെ ജപമാല. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 5 പ്രാർത്ഥനകൾ, മറ്റ് പ്രാർത്ഥനകൾ വളരെ വിശേഷപ്പെട്ട പ്രാർത്ഥനയാണ്. മറ്റ് പ്രാർത്ഥനകളൊക്കെ കുരിശിൻ്റെ വഴി, കരുണകൊന്ത, മറ്റ് പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കോട്ടോ. ഒരു ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചോ. പക്ഷേ ഈ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയായിട്ട് സ്വർഗം വെളിപ്പെടുത്തി തന്ന, കർത്താവ് ബോധ്യം തന്ന 5 പ്രാർത്ഥനകളാണ് ഞാൻ പറഞ്ഞത്. തുറന്നൊരു കുമ്പസാരം വേണം. ഹൃദയം തുറന്ന് ഒന്ന് കുമ്പസാരിക്കുക. അതിലൂടെ ഒത്തിരി തടസ്സങ്ങൾ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി. ഇനി കുർബാനയിലേക്ക് അങ്ങോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുർബാനയിലേക്ക് അങ്ങോട്ട് നമ്മുടെ വിഷമങ്ങളും വേദനകളും സങ്കടങ്ങളും ദുരിതങ്ങളും അങ്ങോട്ട് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ച് നീ പ്രാർത്ഥിക്കുക. അത് ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് കുർബാന. അതാണല്ലോ ഏറ്റവും വലിയ പ്രാർത്ഥന, ഏറ്റവും വലിയ ആരാധന. മറ്റൊന്നാണ് സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ ദൈവത്തെ സ്തുതിച്ച് പാടി, അതുപോലെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഹല്ലേലൂയ പറഞ്ഞ് പ്രൈസ് ആൻഡ് വർഷിപ്പ്, ദൈവത്തെ ആരാധിക്കുക, മഹത്വം കൊടുക്കുക. ഇതാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രാർത്ഥന. മറ്റൊന്നാണ് വചനം വായിക്കുക, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. പക്ഷെ പറഞ്ഞല്ലോ, കർത്താവ് തന്നൊരു ദൈവസ്വര സന്ദേശമാണ് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമ്മൾ ഷാലോം TV എല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചയും 6:30 ഈ ദൈവവചന ശുശ്രൂഷയുണ്ട്. ഇപ്പോൾ ഈ ഡിസംബർ മാസമാണ്, ഈ കഴിഞ്ഞ ഡിസംബറിലാണത് ആരംഭിക്കുക. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതിലൊരു കർത്താവ് ചെയ്ത വലിയൊരു അനുഭവം അല്ലെങ്കിൽ വലിയൊരു അത്ഭുതം അച്ഛനിവിടെ വായിക്കാം. അവിടെ നടക്കുന്ന സാക്ഷ്യപത്രമാണിത്. എൽറുഹാ ധ്യാനികൻ്റെ സാക്ഷ്യപത്രത്തിലെ ഒരു സാക്ഷ്യം വന്നത്, ആദ്യത്തെ സാക്ഷ്യമാണ്. എൽറുഹാ ദൈവവചന ശുശ്രൂഷ തുടങ്ങിയിട്ട് അധിക കാലമായില്ല. അപ്പോൾ ഇതിൽ കർത്താവ് തന്ന ആദ്യത്തെ ഒരു അനുഭവം അച്ഛൻ ഇവിടെ വായിക്കാം. രഞ്ജിത, തൃശ്ശൂർ, വർക്ക് അറ്റ് ഹോം ജോലി ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. ഞാനൊരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. 1 വർഷമായി ഞാൻ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. 9 മണിക്കൂറാണ് എൻ്റെ ജോലി സമയം. 4:30 സിസ്റ്റത്തിലൂടെ പഞ്ചിങ് ചെയ്ത് എനിക്ക് ജോലിക്ക് കയറണം.
1 വർഷമായി എനിക്ക് പഞ്ചിങ് ചെയ്ത് ജോലിക്ക് കയറുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനുവരി 20-ാം തീയതി ശനിയാഴ്ച വർക്കിന് കയറുവാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിനാൽ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓഫീസിലെ ടെക്നീഷ്യൻസിനെ വിളിച്ച് പറയണം. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആദ്യമായി ഇങ്ങനെ സംഭവിക്കുന്നതിനാൽ അത് എങ്ങനെ ശരിയാക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. 3 മണിക്കൂർ ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും സിസ്റ്റം ശരിയാകുന്നുണ്ടായിരുന്നില്ല. കറക്റ്റ് സമയത്ത് ജോലി കയറാത്തതിനാൽ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് എന്നെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ അമ്മ ശാലോമിൽ എൽറുഹ ദൈവവചന ശുശ്രൂഷ 6:30 TV-യിൽ വെച്ചിരുന്നത്. ഞാൻ മുറിയിലിരിക്കുകയായിരുന്നു. എങ്കിലും എനിക്ക് ശാലോമിലെ ശുശ്രൂഷ കേൾക്കാമായിരുന്നു. 6:45 ആയപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, വർക്ക് അറ്റ് ഹോം ജോലി ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുവെന്ന്. ആ സെക്കൻഡിൽ തന്നെ എൻ്റെ സിസ്റ്റം ശരിയായി. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 3 മണിക്കൂർ ഞാനും ടെക്നീഷ്യനും കൂടി ശരിയാക്കാൻ നോക്കിയിട്ടും ശരിയാകാത്ത സിസ്റ്റം അച്ഛൻ സന്ദേശം വിളിച്ചു പറഞ്ഞ നിമിഷം തന്നെ അത്ഭുതകരമായി ശരിയാകുവാൻ ഇടയാക്കി കർത്താവ് അനുഗ്രഹിച്ചു. യേശുവിന് 1000 നന്ദി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ സ്നേഹമുള്ളവരെ, ആ വചനം ഏറ്റു പറഞ്ഞ സമയത്ത് ആ വചനം ഏറ്റു പറഞ്ഞു, സ്തുതിപ്പിച്ചു. പിന്നെ സന്ദേശങ്ങൾ വിളിച്ചു പറയുക. വചനം ഏറ്റു പറഞ്ഞു, ഒരു 10 വചനൊക്കെയാണ് ഏറ്റു പറയിപ്പിക്കുന്നത്. അത് പറഞ്ഞതിന് ശേഷം വെറും 25-26 മിനിറ്റുള്ള ഈ ശുശ്രൂഷ വചനം ഏറ്റു പറയുന്നു, സ്തുതിപ്പിക്കുന്നു, കർത്താവ് തരുന്ന സന്ദേശങ്ങൾ വെളിപ്പെടുത്തുന്നു. അപ്പം ദേ വിളിച്ച് പറയുകയാണ്, വർക്ക് അറ്റ് ഹോം ജോലി ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. ഇത് അവളുടെ റൂമിലിരുന്ന് ഇത് കേൾക്കുന്നു. ദേ അപ്പം തന്നെ ഒന്നും ചെയ്യാതെ തന്നെ ഈ സിസ്റ്റം ശരിയാവുകയാണ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു സാക്ഷ്യം, ഈ കഴിഞ്ഞ താമസമുള്ള ധ്യാനത്തിൽ അവിടെ ഒരു സഹോദരി വന്ന് കൂടുകയാണ്. ഡെറീന എന്ന് പേരുള്ളൊരു ഒരു ഹിന്ദി ടീച്ചർ. ആ ടീച്ചർ ആ ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത് അവസാന ദിവസം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷ എല്ലാ ശനിയാഴ്ചയും ശാലോമിലുള്ള ഈ ശുശ്രൂഷയിൽ കിട്ടിയ വലിയൊരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് ഇതിലും വലിയൊരു അനുഗ്രഹമാണ്. അതിങ്ങനെയാണ്, യൂറിക് ആസിഡ് ഉള്ളൊരു സഹോദരിയാണ് ഈ ഡെറീന. ഈ ഡെറീന ഡോക്ടേഴ്സിനെ കണ്ട് യൂറിക് ആസിഡിൻ്റെ മരുന്ന് വാങ്ങി ആ മരുന്ന് കഴിച്ചു. ദേ ശരീരം മുഴുവൻ അങ്ങോട്ട് പൊള്ളിപ്പോയി. ശരീരം മുഴുവൻ പൊള്ളി കറുത്ത് കരിക്കട്ട പോലെയായി. ദേഹമാസകലം പൊള്ളിപ്പോയി. മരണത്തോടടുത്ത് ഇതിനെ കോഴിക്കോട് ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കുകയാണ്. അങ്ങനെ ഇനി മറ്റ് ടെസ്റ്റുകൾ പരിപാടികൾ ചെയ്തിട്ട് വേണം അടുത്ത കാര്യം ചെയ്യാൻ. ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ അതുപോലെ ശരീരവും പല ഭാഗങ്ങളും തൊണ്ടയൊക്കെ പൊള്ളിപ്പോയി. ഇതിങ്ങനെ മരണത്തോട് മല്ലടിച്ചെന്ന പോലെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ എടുക്കുകയാണ്. അപ്പോൾ ഇത് കിടക്കുന്ന റൂമിൽ TV വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബന്ധുക്കൾ ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷ വെക്കുകയാണ്. ഇത് വെച്ച് ഇങ്ങനെ വെറുതെ ഒന്നും മിണ്ടാന്നും പറ്റില്ല, ഏറ്റു പറയാനും പറ്റില്ല. അത് വചനം ഏറ്റു പറഞ്ഞുള്ള ശുശ്രൂഷയാണ്, പക്ഷെ വചനം ഏറ്റു പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഇതിങ്ങനെ കണ്ടുകൊണ്ട് ഇത് കിടക്കുകയാണ്. അച്ഛൻ സന്ദേശം വിളിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ ആ സഹോദരി മനസ്സുകൊണ്ട് ഇങ്ങനെ കരുതുകയാണ്, എൻ്റെ പേര് ഇപ്പോൾ അച്ഛൻ വിളിച്ചു പറയും, എൻ്റെ പേര് ഇപ്പോൾ വിളിച്ചു പറയും. എവിടെ അതിൻ്റെ പേര് വിളിച്ചു പറഞ്ഞില്ല. അവസാനം എന്തോ മരിയാന്നോ എന്തോ ഒരു മാമൂസ പേര്, ആ സഹോദരിയുടെ മാമൂസ പേരോ മറ്റോ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അത് കരുതി ഇതിൻ്റെ പേര് ഡെറീന എന്നങ്ങടാണ്. പക്ഷേ ആ സഹോദരി മാമൂസ പേര് വിളിച്ചു പറഞ്ഞപ്പോൾ, മരിയാന്നോ മറ്റോ വിളിച്ചു പറഞ്ഞപ്പോൾ വിചാരിച്ചു അത് ഞാനാണ്. അങ്ങനെ അത് വിശ്വസിച്ചു. വീണ്ടും ഇങ്ങനെ സന്ദേശങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് ചിന്തിച്ചു, കർത്താവേ മരിയമാരൊക്കെ കുറേ ഉണ്ടല്ലോ, ഞാനാണെന്ന് തെളിയിക്കാൻ ആ തെളിവ് തരുത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണേന്ന് പറയല്ല. അച്ഛൻ വിളിച്ചു പറയുകയാണ്, ഒരു ഹിന്ദി അധ്യാപികയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വലിയ പറഞ്ഞേ ഹല്ലേലൂയ, ഒരു ഹിന്ദി അധ്യാപികയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇത് പറയല്ല, എൻ്റെ വിശ്വാസം അങ്ങോട്ട് വർദ്ധിക്കുക. അതിന് വിശ്വാസം ഇത് എന്നെ തന്നെയാണ് കർത്താവ് ഇറങ്ങി വന്ന് തൊട്ടത്. എനിക്കൊരു കുഴപ്പം പറ്റില്ല, എൻ്റെ രോഗം കർത്താവ് മാറും. അങ്ങനെ വിശ്വസിച്ചു. പിന്നീട് പിറ്റേ ദിവസമുള്ള റിസൾട്ടുകളും പരിശോധനയും ഒക്കെ ഇതിന് എല്ലാം നോർമൽ. ഇത് പൊള്ളിയെങ്കിലും വേറെ ആന്തരിക അവയവങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല, വേറെ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി തിരിച്ചു വരിക. അങ്ങനെയാണ് ആ സഹോദരി നന്ദി പ്രകാശിപ്പിക്കാൻ എൽറുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് വരിക. ഇത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ കൊച്ചു ശുശ്രൂഷ ഈ നാളുകളിൽ ഇറങ്ങിയ ശുശ്രൂഷയിൽ തന്നെ വലിയ ഈ വൻ കൃപകൾ, വൻ സൗഖ്യങ്ങൾ, മഹാത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. എപ്പോഴാണ് കർത്താവ് അച്ഛന് എനിക്ക് തന്ന ഒരു ദൈവസ്വര സന്ദേശം. എന്താ സന്ദേശം? വചനം ഏറ്റുപറഞ്ഞ് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അല്ലെ ഇത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ
കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ വിഷയം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം? ദേ യാക്കോബിൻ്റെ ലേഖനം 5-ാം നമ്മൾ വായിച്ചു. നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ? പ്രാർത്ഥിക്കട്ടെ. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ആ വിഷയത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. ഓരോരുത്തരും അവർക്ക് ദുരിതം വരുമ്പോൾ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, കുമ്പസാരിച്ച് പ്രാർത്ഥിക്കുക, കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ബന്ധിച്ച് പ്രാർത്ഥിക്കുക, മനസ്സിലായോ? മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, ഈശോയുടെ തിരുവചനത്തോട് പ്രാർത്ഥിക്കുക, വിശുദ്ധരോട് പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ ദുരിതം അനുഭവിക്കുന്നവർ സ്പിരിച്വൽ ഷെയറിങ്ങിന് പോട്ടെ, അങ്ങനെയല്ല. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ അച്ഛന്മാരെ കാണാൻ പോട്ടെ, അങ്ങനെയല്ല. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ കിടക്കി കിടന്ന് കരയട്ടെ, അങ്ങനെയല്ല. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ സങ്കടപ്പെട്ട് വിഷാദപ്പെട്ട് ഇരിക്കട്ടെ, അങ്ങനെയല്ല കേട്ടാ. പ്രഭാഷകൻ 38:9 പറയുകയാണ്, എൻ്റെ മകനെ മകളെ, നിനക്ക് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ എന്ത് ചെയ്യണം? കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടെ നിന്നെ സുഖപ്പെടുത്തും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ മകനെ മകളെ, നിനക്ക് ജോലി പോകുമ്പോൾ, നിനക്ക് വീടില്ലെങ്കിൽ, നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണമെങ്കിൽ നീ ഉദാസീനനായി പോകല്ലേ. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോഴല്ലേ അത്ഭുതങ്ങൾ സംഭവിക്കുക. പ്രാർത്ഥനയല്ലേ അത്ഭുതങ്ങളുടെ ആരംഭം. അല്ലാതെ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടാണോ നീ പ്രാർത്ഥിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? യേശുവേ നന്ദി. പറയാ കടബാധ്യതയുള്ളവരെന്ത് ചെയ്യണം? കടബാധ്യതയുള്ളവരെന്ത് ചെയ്യണം? പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുക. കണ്ടോ, മനസ്സിലായോ? മറ്റൊരു ദൈവസ്വര സന്ദേശമാണ്. കടബാധ്യത ഉള്ളവരോട് പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കാൻ പറയുക. മനസ്സിലായോ? കടബാധ്യതയുള്ളവർ പരിശുദ്ധ മറിയത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മളവരെ എപ്പോഴും അവിടെ നമ്മൾ പറയുന്നൊരു കാര്യം, പരിശുദ്ധ മറിയത്തോടൊരു ഭക്തി. കടബാധ്യതയുള്ളവർ നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചോ, ജപമാല ചെയ്ത് പ്രാർത്ഥിച്ചോ, അത്ഭുതമാല കണ്ട് പ്രാർത്ഥിച്ചോ. പരിശുദ്ധ അമ്മയുടെ ഒരു മെഡല്, മിറാക്കുലസ് മെഡല്, സഭ ഔദ്യോഗികമായി അംഗീകരിച്ച മെഡലാണല്ലേ മിറാക്കുലസ് മെഡല്. മാതാവ് ഇങ്ങനെ നിൽക്കുന്നൊരു ലോക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ലോക്കറ്റ് നിങ്ങൾ വാങ്ങിക്കോ. വിശുദ്ധ മദർ തെരേസ ഏറ്റവും പ്രോത്സാഹിപ്പിച്ചിരുന്നൊരു കാര്യമാണ് ഈ മിറാക്കുലസ് മെഡല്. ഈ മിറാക്കുലസ് മെഡൽ വാങ്ങി നിങ്ങളുടെ പേഴ്സിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് വെക്കുക. ഇത് മദർ തെരേസ പറഞ്ഞ കാര്യമില്ല കേട്ടോ, ഇത് പലരുടെ അനുഭൂതി എന്ന് അച്ഛൻ പറയുന്നതാണ്. ഈ ഒരു മിറാക്കുലസ് മെഡൽ വാങ്ങി നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ചു നോക്കിയാൽ ഇതും നമ്മുടെ ഈ സാമ്പത്തിക കടബാധ്യത മാറാനായിട്ട്, ആ തടസ്സം നീങ്ങാനായിട്ട് ഉപകരിക്കും. വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ അതിലൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ചെയ്തു നോക്കുക. ഒരു ഉത്തിരിയെ കഴുത്തിലിടുക. ഇപ്പോൾ കർത്താവ് ശക്തമായ സന്ദേശം തരിക. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇതിപ്പോൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇതാരൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ നിങ്ങളുടെ കഴുത്തിലേക്ക് നോക്കുക. പലരുടെയും കഴുത്തിൽ ഉത്തിരിയില്ല. മനസ്സിലായോ? പലരുടെയും കഴുത്തിൽ ഉത്തിരിയില്ല. മനസ്സിലായോ? വെന്തിങ്ങിയ അല്ലെങ്കിൽ ഉത്തിരീയം. ഒരു ഉത്തിരീയം കഴുത്തിലിടാൻ കർത്താവ് സന്ദേശം തരികയാണ്. ഉത്തിരീയം കഴുത്തിൽ, അതാണ് പറഞ്ഞത്. കർത്താവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുക. ഒരു ഉത്തിരീയം കഴുത്തിലിട്ട് പ്രാർത്ഥിക്കുക. ഒരു മിറാക്കുലസ് മെഡല് നിന്റെ കയ്യിലുണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ നിനക്ക് പേഴ്സിലുണ്ടായിരിക്കട്ടെ, അല്ലെങ്കിൽ നിന്റെ പോക്കറ്റിലുണ്ടായിരിക്കട്ടെ, നിന്റെ ബാഗിലുണ്ടായിരിക്കട്ടെ. ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ അടയാളമായി സഭ ഔദ്യോഗികമായി അംഗീകരിച്ച ഒരു മിറാക്കുലസ് മെഡല് നിന്റെ കയ്യിലുണ്ടായിരിക്കട്ടെ. ഒരു ഉത്തിരിയും നിന്റെ കഴുത്തിലുണ്ടായിരിക്കട്ടെ. ഇതൊക്കെ ഈ പ്രാർത്ഥനയെ ശക്തിപ്പെടുത്തും, അതിനെ സഹായിക്കും. മനസ്സിലായോ? നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞങ്ങൾക്കാണ് ഒരിക്കലും ഒരു കൺവെൻഷൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു സഹോദരിയും സഹോദരനും ഒരു ഭാര്യയും ഭർത്താവ് ഓടി വരികയാണ്. അവർ ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ വലിയ കടബാധ്യയാണ്, കോടിക്കണക്കിന് രൂപയാണ് കടം. ഞാൻ അവരോട് പറഞ്ഞു, ഈ കോടിക്കണക്കിന് രൂപ കടബാധ്യത വന്നത് അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് വന്നതല്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, അല്ല, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വന്നതല്ല അച്ഛാ ഈ കടബാധ്യത. നീണ്ട കാലയളവിൽ ഇതിരീശ് അങ്ങനെ കടബാധ്യതയായി. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് മാറണമെന്നില്ല, ചിലപ്പോൾ മാറാം. അപ്പോൾ നിൻ്റെ കടബാധ്യത എത്ര കാലമായി? നിനക്ക് കടബാധ്യത ആരംഭിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടല്ലല്ലോ നിനക്ക് കടബാധ്യത വന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് അത് മാറണമെന്നില്ല, പക്ഷെ മാറും. എന്ത് ചെയ്യണം? നീ പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഒരു മിറാക്കുലസ് മെഡല് നിൻ്റെ കൈവശം പേഴ്സിലോ നിൻ്റെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ വെക്കുക.
ഒരു ഉത്തിരിയും കഴുത്തിൽ ഇടുക. നീ പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരിക്കലും കടപ്പെട്ട കുർബാന ഒരിക്കലും മുടങ്ങരുത്. നീ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നോ, ദേ നിന്റെ ദുരിതം കർത്താവ് എടുത്തു മാറ്റും. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളിൽ ദുരിതം അനുഭവിക്കുന്നവർ എന്ത് ചെയ്യട്ടെ? പ്രാർത്ഥിക്കട്ടെ. മനസ്സിലായോ? നിങ്ങൾ ദുരിതം അനുഭവിക്കുന്നവർ. വീണ്ടും കർത്താവ് പറയുകയാണ്, ശുദ്ധീകരണാത്മാക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. കണ്ടോ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രാർത്ഥനയാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ 33 തലമുറയും മരിച്ചവർക്ക് വേണ്ടി, പെട്ടെന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി, അങ്ങനെ മരിച്ചവരുടെ കാര്യം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ടല്ലേ പറഞ്ഞില്ലേ, മരിച്ചവരെ ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ഇത് ഈ അത്ഭുതങ്ങളുടെ ജപമാലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തന്ന ഒരു ദൈവസ്വര സന്ദേശമാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണമെന്ന സന്ദേശം. അതുകൊണ്ട് അത്ഭുത ജപമാല ആരെങ്കിലും ഈ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം 5 രഹസ്യങ്ങളിൽ ഒരു രഹസ്യം നമ്മൾ പ്രത്യേകിച്ച് നിയമം വെച്ച് പ്രാർത്ഥിക്കുക. ഈ ഒരു എന്താ പറയുക, ശുദ്ധീകരണാത്മാക്കളെ സമർപ്പിച്ച് ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണാത്മാക്കൾ, അബോർഷൻ ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു പോയ കുട്ടികൾ, ഇവരെ നമ്മൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അത് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈ അത്ഭുതജപമാലയിൽ ഒരുപക്ഷെ കുറേ അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള ഒരു കാരണം ഞാൻ ചിന്തിക്കുന്നത് ഈ ഒരു എന്താ പറയുക, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. മരിച്ചുപോയ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മനസ്സിലായോ? ഇപ്പോൾ ഈ സമൂഹത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരോ പ്രോ ലൈഫിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭാര്യയും ഭർത്താവിനെയും കാണിക്കുക. പ്രോ ലൈഫിന് വേണ്ടി നിലകൊള്ളുന്നവർ, പ്രോ ലൈഫ് ജീവന് വേണ്ടി നിലകൊള്ളുക. ഇപ്പം എന്താ പറയുക, ഈ കുട്ടികൾ കൂടുതലുണ്ടാവാൻ വേണ്ടി, അതിനെ കുട്ടികളുണ്ടാവാൻ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിലകൊള്ളുക. അങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുക. അങ്ങനെയുള്ള ഒരു ഭാര്യനെയും ഭർത്താവിനെയും കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട്. കണ്ടോ, ജീവന് വേണ്ടി നിലകൊള്ളുന്നവരെ കർത്താവ്, കുട്ടികളുണ്ടാവാൻ പ്രോത്സാഹിപ്പിക്കുന്നവരെ, പ്രോ ലൈഫിന് വേണ്ടി നിലകൊള്ളുന്നവരെ കർത്താവ് സമതമായിട്ട് ഈ സമയം അനുഗ്രഹിക്കുന്നുണ്ട്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, മറ്റൊന്നാണ് പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങണമെന്നത്. കണ്ടോ, പിതാവായ ദൈവത്തിൻ്റെ വലിയൊരു ആഗ്രഹമാണ് മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങണം. മധ്യസ്ഥ പ്രാർത്ഥന. അതുകൊണ്ടല്ലേ നമുക്കറിയാം, തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1 തിമോത്തി നമുക്കാണ് കാണാൻ സാധിക്കും. 1 തിമോത്തി 2-ാം അധ്യായം 1 തിമോത്തി 2-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മോട് ആഹ്വാനം നൽകുകയാണ്. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്ക് ഇടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടി ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവും അത്രേ. എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യം അറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് പറയാണ്, ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവുമാണ്. ഏത്? ഈ ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടി അപേക്ഷകൾ, യാചനകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തണമെന്ന്, ഉപകാരസ്മരണകൾ അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം നൽകുക. ഇത് ഉത്തമമാണ്, നമ്മുടെ രക്ഷകനായ ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യവുമാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഈശോ പറയുന്നൊരു കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഒരു വാക്യമുണ്ട്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നത് എങ്ങനെയാണ്? സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക എന്നതാണ്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം മധ്യസ്ഥം വഹിക്കുക. ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്, പ്രാർത്ഥിക്കണം. മധ്യസ്ഥം വഹിക്കണം. ആർക്ക് വേണ്ടി? നിന്റെ ഭർത്താവിന് വേണ്ടി. ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ? മക്കളെ സ്നേഹിക്കുന്നുണ്ടോ? സഭയെ സ്നേഹിക്കുന്നുണ്ടോ? സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്നുണ്ടോ? മധ്യസ്ഥം വഹിക്കണം. മധ്യസ്ഥം വഹിക്കണം. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുന്നുണ്ടോ? അയൽപ്പക്കാരെ സ്നേഹിക്കുന്നുണ്ടോ? അധികാരികളെ സ്നേഹിക്കുന്നുണ്ടോ? ഗുരുബോധരെ സ്നേഹിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കണം. മധ്യസ്ഥ പ്രാർത്ഥന. ഏൽഗൃഹ ധ്യാന കേന്ദ്രത്തിനെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. സ്നേഹമുണ്ടെങ്കിൽ അവിടെ എന്ത് വരും? മധ്യസ്ഥ പ്രാർത്ഥന വരും. അപ്പം എന്തുകൊണ്ടാണ് നീ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? സഭയോട് വലിയ സ്നേഹമൊന്നുമില്ല. എന്തുകൊണ്ടാണ് നീ നിന്റെ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? അവരോട് വലിയ സ്നേഹമൊന്നുമില്ല. പൂർവികരോട്, മരിച്ചുപോയവരോട്, പിൻതലമുറയോട് വലിയ സ്നേഹമൊന്നുമില്ല. മനസ്സിലായോ?
അപ്പോൾ സ്നേഹം എന്ന വാക്കിൻ്റെ അർത്ഥം മധ്യസ്ഥ പ്രാർത്ഥന നടത്തലാണ്, മധ്യസ്ഥം വഹിക്കുക. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, മനസ്സിലായോ? ഇപ്പം നമ്മുടെ ദുരിതങ്ങൾ മാറിപ്പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. നമുക്ക് എനിക്ക് 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 അങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ കാര്യം പറഞ്ഞോ, എന്നിട്ട് പ്രാർത്ഥിക്കണം. ഈശോയെ, എന്നെ പോലെ ഇതേ കഷ്ടപ്പാടിലൂടെ ദുരിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു 50 ലക്ഷം പേരെ അല്ലെങ്കിൽ 1 ലക്ഷം പേരെ അങ്ങനെയൊക്കെ ഒരു നമ്പർ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ജോബ് 42:10 ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ജോബിൻ്റെ ഐശ്വര്യം തിരിച്ചു കൊടുത്തെന്ന് മാത്രമല്ല, അതെങ്ങനെ കൊടുത്തു? ഇരട്ടിയായി കൊടുത്തു. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണ്ടോ? ഇരട്ടിയായി കൊടുക്കുക. ജോബ് ദുരിതത്തിലൂടെ കടന്നുപോയ ആളാണ് കേട്ടോ ജോബ്. വലിയ ദുരിതത്തിലൂടെ കടന്നുപോയ ആളാണ് ജോബ്, മനസ്സിലായോ? വലിയ ദുരിതത്തിലൂടെ കടന്നുപോയ ആളോട് ജോബിൻ്റെ ഭാര്യ പറഞ്ഞു, ഹേ മനുഷ്യ, താങ്കൾ ഇപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കും മനുഷ്യ, ഇങ്ങനെയാണ് പറഞ്ഞത്, മനസ്സിലായോ? പക്ഷെ ഇക്കാര്യങ്ങളിലൊന്നും ജോബ് നാവ് കൊണ്ട് പാപം ചെയ്തില്ല. ജോബ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ജോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം എന്താ? ജോബിന് തൻ്റെ കൂട്ടുകാരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാണ് നമ്മൾ ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് സംഭവിച്ചത്, മനസ്സിലായോ? അപ്പൊ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക. പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ഈ എൽറുഹ ഈ അത്ഭുത സാക്ഷി പത്രത്തിൽ എന്തുമാത്രം സാക്ഷ്യങ്ങളുള്ളതെന്നറിയോ? എപ്പോഴതൊക്കെ ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുക? പ്രാർത്ഥിച്ചപ്പോൾ. അമ്മയുടെ യൂട്രസിൻ്റെ സർജറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകളുടെ പ്രാർത്ഥന കേൾക്കുന്നു. അതാണ് ഹെഡിങ്. ഇത് അച്ഛൻ വിളിച്ചു പറഞ്ഞതാണ് ഹെഡിങ് ഇട്ടിരിക്കുക. 2023 ഒക്ടോബർ മാസത്തിൽ കരാഞ്ചിറ നഴ്സിംഗ് കോളേജിൽ എൽറുഹ ധ്യാനം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നഴ്സിംഗ് പഠിക്കുകയായിരുന്നു. എൻ്റെ അമ്മയുടെ യൂട്രസിൽ 5 വലിയ ഫൈബ്രോയിഡ്സും പിന്നെ ചെറിയ ഫൈബ്രോയിഡ്സും ഉണ്ടായിരുന്നു. 8 വർഷത്തോളമായി അമ്മയ്ക്ക് ഈ ബുദ്ധിമുട്ടുണ്ട്. നല്ല വേദനയും എപ്പോഴും ബ്ലീഡിങ് ആയിരുന്നു. സ്നേഹമുള്ളവരെ, ഇപ്പോൾ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ശക്തമായ ബ്ലീഡിങ് ഉണ്ട് കേട്ടോ. അതിശക്തമായ ബ്ലീഡിങ്, വേദന. കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി ആ സഹോദരിയെ അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ ബ്ലീഡിങ്, അതിഭയങ്കരമായ വേദന കടന്നു പോകുന്നൊരു വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് കർത്താവ് നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, കർത്താവ് 2024 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീനയിലൂടെ കടന്നുപോയ ജീവിച്ച അതേ ദൈവം, അതേ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച, അല്ലെങ്കിൽ അന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അതേ കർത്താവ് ഇന്നും ജീവിക്കുകയാണ്. അവൻ ഇന്നിവിടെ ജീവിക്കുന്നുണ്ട്. അവൻ ഇന്നിവിടെ നമ്മുടെ ഇടയിൽ 2-3 പേർ നിങ്ങൾ എൻ്റെ നാമത്തെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ മധ്യത്തിൽ ഞാനുണ്ടായിരിക്കും. അപ്പോൾ വചനം പ്രസംഗിക്കുന്ന സ്ഥലത്ത് ഈശോ ഉണ്ട്. നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ, പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവ് അവിടെയുണ്ട്. ലോകരക്ഷകൻ എന്ന നിലയിൽ എപ്പോഴും കർത്താവ് നമ്മുടെ ഉണ്ട്. അതുകൊണ്ട് ഈശോ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈശോയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് സംഭവിച്ച അതേ അത്ഭുതങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 10:43 വചനം ഈശോ തരിക. അപ്പോസ്തലപ്രവർത്തനം 10:43 അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് എല്ലാ പ്രവാചകന്മാരും അവനെ പറ്റി സാക്ഷി നൽകുകയാണ്. പത്രോസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംസാരം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ആവസിച്ചു. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പത്രോസ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് സകല പ്രവാചകന്മാരും അവനെ പറ്റി സാക്ഷി നൽകുകയാണ്. അവനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരെ പറ്റി? ക്രൂശിതനായവനെ പറ്റി, ഉത്ഥാനം ചെയ്തവനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും, മനസ്സിലായോ? ആരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ അവരെല്ലാവരിലും ആരാവസിച്ചു? പരിശുദ്ധാത്മാവ് ആവസിച്ചു. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? അപ്പൊ നമ്മള് യേശു അന്ന് ചെയ്ത അത്ഭുതങ്ങൾ ഇന്നും ആവർത്തിക്കുകയാണ് കേട്ടോ. അതേ അത്ഭുതങ്ങൾ അന്ന് രക്തസ്രാവകാരിയെ സുഖപ്പെടുത്തി, ഇന്നും കർത്താവ് രക്തസ്രാവകാരിയെ സുഖപ്പെടുത്തുന്നു. അതല്ലേ നമ്മൾ സുവിശേഷമായിട്ട് നമ്മൾ വായിക്കുക. നമ്മൾ കുർബാനയ്ക്കിടയിലും നമ്മൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം, ലൂക്ക എഴുതിയ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് വായിക്കുന്ന വചനഭാഗങ്ങൾ എന്താണ്? കർത്താവ് ചെയ്ത കുറേ അത്ഭുതങ്ങൾ, രോഗശാന്തികൾ. അപ്പം അവൻ ഇന്നും ജീവിക്കുന്നു, അവൻ ഇന്നും പ്രവർത്തിക്കുന്നു. അവൻ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ച ഒരു അത്ഭുതമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ അത്ഭുതങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ അത്ഭുതം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉണ്ടോ?
അപ്പോൾ ബ്ലീഡിങ്ങിനെ പറ്റി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്ലീഡിംഗ് ഉള്ള ഒരാൾക്ക് കർത്താവ് സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ബ്ലീഡിങ്ങുകൾ മാത്രമല്ല, വേറെ പല മേഖലയിൽ ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദാഹരണമല്ല, കർത്താവ് തരുന്നൊരു സന്ദേശമാണ് അച്ഛൻ പറയാൻ പോവുക. സ്നേഹമുള്ളവരെ, ഈ സമൂഹത്തിൽ അധികം പ്രായമില്ലാത്ത ഒരു യൂത്ത് പെൺകുട്ടി കർത്താവ് കാണിക്കുകയാണ്. ഈ സമൂഹം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഓൺലൈൻ കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, ഈ ശാലോം ടി വിയിലൂടെ കാണുന്നവരായിരിക്കാം. ഒരു അധികം പ്രായമില്ലാത്തൊരു യൂത്ത് പെൺകുട്ടിയാണ്. 25, 26, 27 ഈ വയസ്സിൽ ഏതെങ്കിലും പെടുന്ന ഒരു പെൺകൊച്ചാണ്. ആ പെൺകുട്ടിക്ക് ഇടയ്ക്ക് നെഞ്ചുവേദന വരും, ശക്തമായ നെഞ്ചുവേദന, മനസ്സിലായോ? ഒപ്പം തന്നെ പുറത്തും വേദന വരും, മനസ്സിലായോ? ആ കുട്ടിക്ക് തോന്നുന്നുണ്ട്, കുട്ടി ആരോടും പറയുന്നില്ല, കൊച്ചിന് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര നെഞ്ചുവേദന വരും ആ കൊച്ചിന്, ഒപ്പം തന്നെ പുറം വേദനയും വരും. ആ പെൺകുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. കർത്താവ് വീണ്ടും അച്ഛന് ഒന്നുകൂടി അച്ഛൻ ക്ലിയറാക്കി പറയുകയാണ്, ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈശോ അത് വെളിപ്പെടുത്തി തന്നത്. ഇനി ആ പെൺകുട്ടി ശ്രദ്ധിക്കുക, ഇനിയും ആ വേദന നിനക്ക് വരുന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ പോയി കാണണമെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പക്ഷേ ഇപ്പം നിന്റെ കർത്താവ് തൊട്ടപ്പോൾ തന്നെ സൗഖ്യം കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനി നീ വരുന്നുണ്ടെങ്കിൽ പോയാൽ മതി. കർത്താവ് വ്യക്തമായിട്ടത് കാണിക്കുന്നു. ആ മകളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്, ആ മകളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഈ ഒരു നേറ്റിവിറ്റിയിൽ കഴിഞ്ഞോടുകൂടി ഇനി നിനക്ക് ഒരിക്കലും ആ നെഞ്ചുവേദനയോ പുറമേദനയോ വരില്ല. ശക്തമായി വരുന്നുണ്ട് ആ പെങ്കുച്ചിന്. പക്ഷെ ആ പെങ്കുച്ചിന് ആരോടും പറയുന്നില്ല. അവളിങ്ങനെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്ത് എവിടത്തോളം വരെ പോകും. മാതാപിതാക്കളോട് ബന്ധപ്പെട്ടവരോട് ആരോടും പറയാതെ നെഞ്ചുവേദന നന്നായിട്ട് വരും. നെഞ്ചിങ്ങനെ ശക്തമായ വേദന വരും നെഞ്ചിൽ കേട്ടോ. ആ വ്യക്തിയുടെ അവസ്ഥയാണ് അച്ഛൻ പറയുന്നത്. പുറമേദനയും വരും ആ വ്യക്തിക്ക്. പക്ഷേ ഈ കുട്ടി ആരോടും പറയുന്നില്ല, ഇങ്ങനെ പിടിച്ചു നിൽക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോകും, ശാന്താവും, അങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ ഇടയ്ക്ക് വരും, ശക്തമായിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കും. അങ്ങനെ പോകുന്ന ഒരാളാണ്. ആ വ്യക്തിനെയാണ് കർത്താവ് സ്പർശിക്കുക. പക്ഷേ ആ വ്യക്തി ഈ നേറ്റിവിറ്റിൽ കഴിഞ്ഞോ, ഇനി നിനക്ക് വേദന വരികയാണെങ്കിൽ, ഇനി വേദന വന്നിട്ടുണ്ടെങ്കിൽ പോകേണ്ട ആവശ്യമില്ല, കർത്താവ് സൗഖ്യപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തുക. പക്ഷെ ഇനിയും നിനക്ക് ഈ വേദന വരുന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കരുത്, വൈദ്യസഹായം തേടാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. ചിലപ്പോൾ ആ വൈദ്യസഹായത്തിലൂടെ ആയിരിക്കും കർത്താവ് പൂർണ്ണ സൗഖ്യം തരിക. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. പറയും ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, സ്തുതിപ്പ് വളരെ കുറവാണ് കേട്ടോ ഈ സമൂഹത്തിന്. ഈ നേറ്റിവിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് പൊതു സന്ദേശമായിട്ട് കർത്താവ് തരിക, സ്തുതിപ്പ് വളരെ കുറവാണ്. ദൈവാരാധന, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഈ പറയൽ വളരെ കുറവാണെന്ന് ഈശോ പറയുന്നു. മനസ്സിലായോ? അപ്പം അതിന് മുമ്പ് ഈ സാക്ഷ്യം എന്ന് വെച്ചാൽ വായിച്ച് കേൾക്കുക. അപ്പം 8 വർഷത്തോളമായി അമ്മയ്ക്ക് ഈ ബുദ്ധിമുട്ട്, നല്ല വേദനയും എപ്പോഴും ബ്ലീഡിങ് ആയിരുന്നു. പല ഡോക്ടേഴ്സിനെ മാറി കാണിച്ചെങ്കിലും സർജറി വേണമെന്നായിരുന്നു പറഞ്ഞത്. HB ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ല കുറവായിരുന്നു. അതിനാൽ തന്നെ അയൺ ടാബ്ലറ്റ് എടുത്തെങ്കിലും അമ്മയ്ക്ക് അത് അലർജി ആയിരുന്നു. പിന്നീട് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ അതും അലർജിയായി തുടങ്ങി. 3 സിസേറിയൻ കഴിഞ്ഞതുകൊണ്ട് ഇനിയൊരു സർജറി ചെയ്യുക എന്നത് പ്രയാസകരമാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങനെ ഒരു ഡോക്ടർ ഈ റിസ്ക് ഏറ്റെടുത്ത് സർജറി ചെയ്യാമെന്ന് പറയുകയും നവംബർ മാസം സർജറി ചെയ്യാമെന്ന തീരുമാനത്തിലെത്തുകയും ചെയ്തു. ഈ സമയത്താണ് ഒക്ടോബർ മാസം കോളേജിൽ റാഫേലച്ചൻ്റെ ധ്യാനം വന്നത്. ഞാൻ അമ്മയ്ക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. വാക്ക് ശ്രദ്ധിക്കുക കേട്ടോ. ഈ സാക്ഷ്യങ്ങളെല്ലാം നീ എടുത്തു നോക്കിക്കോ. ഇതിലൊക്കെ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ ഈ വ്യക്തി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അപ്പൻ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അമ്മ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മോള് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മോൻ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ബന്ധുക്കൾ പ്രാർത്ഥിച്ചു. ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും അത്ഭുതം സംഭവിക്കാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയ്ക്ക് വേണ്ടി ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. നഴ്സിംഗ് കോളേജിലെ ധ്യാനത്തിൻ്റെ സമയത്ത്, സ്തുതിപ്പിൻ്റെ സമയത്ത്, കണ്ടോ, സ്തുതിപ്പിൻ്റെ സമയത്ത് സ്തുതിച്ചാലല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മെപ്പറ്റി അങ്ങനെ പറയാൻ പറ്റുമോ? സ്തുതിക്കണ സമയത്ത് അങ്ങനെ നിങ്ങളെപ്പറ്റി നമ്മെപ്പറ്റി പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്കിയാൽ. നീ സ്തുതിച്ചാലല്ലേ നിന്നെപ്പറ്റി സ്തുതിക്കുന്ന സമയത്തെന്ന് പറയാൻ പറ്റുള്ളൂ. നീ ജപമാല ചൊല്ലിയാലല്ലേ ജപമാല ചൊല്ലുന്ന സമയത്ത് എന്ന് നിന്നെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. നീ കുർബാന കൂടിയാലല്ലേ കുർബാന കൂടുന്ന സമയത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. നീ കുമ്പസാരിച്ചാലല്ലേ കുമ്പസാരിക്കുന്ന സമയത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. നീ കുരിശൻ്റെ വഴി ചെല്ലിയാലല്ലേ നീ കുരിശൻ്റെ വഴി ചെല്ലുന്ന സമയത്തെന്ന് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനൊരു സമയം നിൻ്റെ ജീവിതത്തിലുണ്ടോ? സ്തുതിക്കുന്ന സമയം ഇങ്ങനൊരു സമയം നിൻ്റെ ജീവിതത്തിലുണ്ടോ? പ്രാർത്ഥിക്കുന്ന സമയം, ആരാധിക്കുന്ന സമയം, ജപമാല ചെല്ലുന്ന സമയമുണ്ടോ? ഇങ്ങനത്തെ സമയം അയ്യോ, ഇങ്ങനൊരു സമയം ഉണ്ടെങ്കിലല്ലേ അത്ഭുതം സംഭവിക്കുള്ളൂ. അപ്പം നീ ഈ സമയത്തിന് വേണ്ടി, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റി വയ്ക്കാറുണ്ടോ? സ്തുതിക്കാനുള്ള സമയം നിൻ്റെ ജീവിതത്തിലുണ്ടോ? സ്തുതിക്കാതെ എങ്ങനെ അത്ഭുതം സംഭവിക്കും?
സ്തുതിക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, അമ്മയുടെ യൂട്രസിൻ്റെ സർജറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. കണ്ടോ, അതാണ് ഇവിടെ ഹെഡിങ് ആയിട്ട് ചെയ്തിരിക്കുക. അമ്മയുടെ യൂട്രസിൻ്റെ സർജറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുവെന്ന് ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. ബ്ലീഡിങ് നിൽക്കുകയാണെങ്കിൽ സർജറി വേണ്ടി വരില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ധ്യാനം കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ ബ്ലീഡിങ് നിന്നു. പിന്നീട് ഇതുവരെ വേദനയോ യാതൊരു ബുദ്ധിമുട്ടോ അമ്മയ്ക്കുണ്ടായിട്ടില്ല. ഒരു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും കൂടാതെ എനിക്ക് കഴിഞ്ഞ വർഷം മുതൽ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ അലർജി വരുമായിരുന്നു. ശക്തമായ വയറുവേദനയും ഛർദിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ 3-4 ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരികയും ട്രിപ്പിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയും എന്ന അവസ്ഥ വരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് എൻ്റെ ശരീരഭാരം 46 കിലോയിൽ നിന്ന് 38 കിലോയിലേക്ക് എത്തിയിരുന്നു. കൊഴുപ്പടങ്ങിയ ആഹാരം കഴിക്കണമെങ്കിൽ അതിനു മുമ്പ് മരുന്ന് കഴിക്കണമായിരുന്നു. അങ്ങനെ തുടർച്ചയായി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ ധ്യാനത്തിൽ കൗൺസിലിങ്ങിനായി പോയത്. ഉദര സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ബ്രദർ ചോദിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കിടക്കാൻ നേരത്ത് ഹന്നാവെള്ളം തരികയും കുടിക്കാൻ പറയുകയും ചെയ്തു. ആ ധ്യാനത്തിന് ശേഷം ഞാൻ മരുന്ന് നിർത്തി. ഇതിന് ശേഷം ഇതുവരെ എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ അലർജി വന്നിട്ടില്ല. ഇത്രയും വലിയ അനുഗ്രഹം തന്ന കർത്താവിന് 1000 നന്ദി. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അലർജി ഉള്ളവർ പ്രാർത്ഥിക്കുക കേട്ടോ. പല വിധത്തിലുള്ള അലർജി ഉള്ളവർ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഈ സമൂഹത്തിൽ ഒരു സഹോദരി എടുത്ത് കാണിക്കുക, സോപ്പിൻ്റെ അലർജിയാണ്. സോപ്പിൻ്റെ അലർജിയുള്ള വ്യക്തികൾ ഈ സമയം പ്രാർത്ഥിച്ചോ, കർത്താവ് സോപ്പിൻ്റെ അലർജി സൗഖ്യം തന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശരീരത്തിൽ ഭയങ്കര ചൊറിച്ചിൽ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. അതിഭയങ്കരമായ ചൊറിച്ചിൽ, എന്താ പറയുക, ഇങ്ങനെ സ്കിൻ ഡിസീസുകൾ, മറ്റു തരത്തിലുള്ള സ്കിൻ ഡിസീസുകൾ, ചൊറിഞ്ഞ് പൊന്തുന്ന അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ സോറിയാസിസ് പോലെയുള്ള സ്കിൻ ഡിസീസുകൾ, ചെറിയ കുരുക്കൾ വരുന്ന അവസ്ഥ. ഇപ്പോൾ തലയിൽ പൊറ്റ പോലെ വരും, തലയിൽ ഭയങ്കര ചൊറിച്ചിൽ, മാന്തൽ, തലയിൽ എന്തോ ഇങ്ങനെ സ്കിൻ ഡിസീസ്. അങ്ങനെയുള്ളൊരു സഹോദരനെ കർത്താവ്, ഒരു വ്യക്തിയെ കർത്താവ് എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ പലർക്കും ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോലി സംബന്ധമായ അസ്വസ്ഥതയുള്ളവർ പ്രാർത്ഥിച്ചു. ജോലി സംബന്ധമായ അസ്വസ്ഥത, ജോലിക്ക് വേണ്ടി ദീർഘനാളായി പ്രാർത്ഥിക്കുന്നു, ജോലി കിട്ടുന്നില്ല. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്, വേദനകൾ, ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയുള്ള ചിലരുടെയൊക്കെ ജോലി സംബന്ധമായ തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വല്ലത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ശക്തമായ പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. അതാണ് പറയുക, പിതാവിൻ്റെ ആഗ്രഹമാണ് മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങുന്നത്. ഈ മകള് തൻ്റെ അമ്മയ്ക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി, അമ്മയ്ക്ക് രോഗശാന്തി കിട്ടി. മനസ്സിലായോ? അപ്പം നിൻ്റെ അച്ഛന്ന് പ്രാർത്ഥിക്കച്ച മോനെയും കൊണ്ട് അമ്മ വരികയാണ് ഈ അടുത്തൊരു കൺവെൻഷൻ സമയത്ത്. അത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇവൻ UK പോകാൻ വേണ്ടി എത്രയോ 30 ലക്ഷം കൊണ്ട് കൊടുത്തു. UK പോകാൻ എവിടേക്കും കണ്ടിട്ട് 30 ലക്ഷം കൊണ്ട് കൊടുത്തു. അത് ഇതുവരെ അവന് പോകാൻ പറ്റിയില്ല അച്ഛാ. വലിയ സങ്കടത്തോടെയാണ് അമ്മയും മോനും. അച്ഛാ, ഇവന് ഇനി UK പോകാനോ അമേരിക്കയിൽ പോകാനോ എവിടെയാണോ ഈ വിദേശത്ത് പോകാൻ ഇനി പറ്റുമോ അച്ഛാ? ഇനി അവന് വേണ്ടി ഇതിനു വേണ്ടി കാത്തിരിക്കണോ അച്ഛാ? ഉണ്ടോ? ഞാൻ എന്താ മറുപടി പറയാ? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്ക് വലത്തുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് പറയാൻ പറ്റും UK പോവില്ല. പ്രാർത്ഥിക്ക്. UK പോകാൻ തടസ്സമുണ്ട? പ്രാർത്ഥിക്ക്. അമേരിക്കയ്ക്ക് പോകാൻ തടസ്സമുണ്ട? പ്രാർത്ഥിക്ക്. ഇപ്പം എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രാർത്ഥിക്ക്. മനസ്സിലായോ? ബന്ധന പ്രാർത്ഥന ചെല്ല്, പ്രാർത്ഥിക്ക്. മനസ്സിലായോ? നടക്കും വെച്ചാൽ ഞാനിങ്ങനെ ചോദിച്ച് നടന്നിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ഈ കൊച്ചനായിരുന്ന സമയം, അതായത് പട്ടം കിട്ടി ഫസ്റ്റ് ഇയർ. അപ്പോൾ ഒരു ആശ്രമ ദേവാലയത്തിലായിരുന്നു, ഇടവപ്പള്ളി കൂടിയായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ധ്യാനത്തിന് പോവുകയാണ്. അത് വേറെ ഡീക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊച്ചനായിട്ടുള്ള ആദ്യത്തെ ധ്യാനമാണ്. ഇങ്ങനെ താമസമുള്ള ഒരു കരിസ്മാറ്റിക് ധ്യാനം. ആ ധ്യാനത്തിന് ഞാനൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ വരങ്ങൾ ഉപയോഗിച്ചുള്ള ഈ സ്പിരിച്വൽ ഷെയറിങ് തന്നത് ഒരു സിസ്റ്ററാണ്. നല്ല വരദാനങ്ങളുള്ള ഒരു സിസ്റ്റർ. ആ സിസ്റ്ററാണ് എല്ലാ അച്ഛന്മാർക്കും ഇങ്ങനെ കൗൺസിലിംഗ് കൊടുക്കുക. അവിടെ ചെന്നിരുന്നപ്പോൾ ആ സിസ്റ്റർ കുറേ കാര്യങ്ങൾ പറഞ്ഞു 20 മിനിറ്റ് കൊണ്ട്. അതൊക്കെ ശരിയായിരുന്നു കേട്ടോ. വളരെ നല്ല കൗൺസിലിംഗ്, ഭയങ്കര ഒരു അനുഭവം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ ചോദിച്ച് നല്ല ഒരു അനുഭവമായിരുന്നു ആ കൗൺസിലിംഗ്. അപ്പോൾ ഞാൻ കരുതി, അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഇയർ കഴിയാൻ പോവുകയാണ്, അതായത് കൊച്ചനായിട്ട് ആദ്യത്തെ വർഷം കഴിയാൻ പോവുകയാണ്. ഇനി എന്താവണം, എങ്ങോട്ട് തിരിയണം, ഏത് ഒരു മേഖല തിരഞ്ഞെടുക്കണം,
അപ്പോൾ എനിക്ക് പണ്ടേ മുതൽ ഞാൻ ലൈറ്റ് വൊക്കേഷനാണ്, 21 വയസ്സിലാണ് CMI സന്യാസ സഭയിൽ സെമിനാരിൽ ചേരുക. അപ്പോൾ എൻ്റെ ഈ ഒരു മാനസാന്തരത്തിലേക്ക് വന്ന നിമിഷം മുതൽ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെയുള്ള ധ്യാന ശുശ്രൂഷ നടത്തണം, ധ്യാന കേന്ദ്രം തുടങ്ങണം. അതൊക്കെ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. സെമിനാരിൽ ചേരുമ്പോൾ ആ ആഗ്രഹത്തോടെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ കൊച്ചച്ഛനായിട്ടൊരു ഇടവകയിൽ, പിന്നത്തെ വർഷം മുതൽ ഇങ്ങനെ ധ്യാനിപ്പിക്കാനായിട്ട് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധ്യാന ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം. ഇതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്, ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് ഞാൻ എടുക്കേണ്ടത്, എവിടേക്ക് പോകണം, ആരോട് പറയണം, എന്ത് ചെയ്യണം, എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, എവിടെ നിന്ന് ഇത് ആരംഭിക്കും, ആരുണ്ടാവും കൂടെ, ഒരു പിടുത്തമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ, ഇങ്ങനെ ഒരു കൗൺസിലിംഗ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, അവസാനം ഇപ്പോൾ ആ സഹോദരിയും അതിൻ്റെ മോനും കൂടി ചോദിച്ചില്ലേ, അച്ഛാ 30 ലക്ഷം രൂപ കൊടുത്തു അച്ഛാ, ഇനി UK പോകാൻ പറ്റുമോ അച്ഛാ? മനസ്സിലായോ? ഇങ്ങനൊരു ചോദ്യം നമ്മുടെ അവസാനം നമ്മുടെ വായിൽ നിന്ന് വരും അല്ലേ. അപ്പോൾ ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ ഈ വർഷം കഴിയുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്കൊരു വചനപ്രഘോഷണ ആഗ്രഹമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു ധ്യാന കേന്ദ്രം തുടങ്ങാൻ പറ്റുമോ, ഇങ്ങനെ കുറേ ഭാവി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സിസ്റ്ററോട്. കാരണം ഈ സിസ്റ്റർ പറഞ്ഞതൊക്കെ ശരിയാണ്. അപ്പോൾ ഇനി അടുത്ത് പറയുമ്പോഴും സിസ്റ്റർ പറഞ്ഞത് ശരിയാവുമല്ലോ, ഈ ചിന്തയിലാണ് സിസ്റ്റർ. ഇപ്പോൾ എൻ്റെ ഭാവി കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയും, സിസ്റ്റർ പറയുന്ന പോലെ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കാം എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ സിസ്റ്റർ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ട് പറഞ്ഞ ഒറ്റ കാര്യമാണ്, അച്ഛൻ പ്രാർത്ഥിക്ക്, സമയമാകുമ്പോൾ എല്ലാ ദൈവം നടത്തി തരും. വലിയ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് എൻ്റെ ഉത്തരം. അച്ഛൻ പ്രാർത്ഥിക്ക്. ഒരു പരിധി കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരു പരിധി കഴിഞ്ഞാലേ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്നിട്ട് പറയാനുള്ളത് പ്രാർത്ഥിക്കുക. മനസ്സിലായി? ബഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. വലിയ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്ക്, മനസ്സിലായോ? നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി, മിത്രങ്ങൾക്ക് വേണ്ടി നിന്റെ നിയോഗം എന്താണ്, നീ പ്രാർത്ഥിക്ക്, മനസ്സിലായോ? അപ്പോൾ ഇത് വീണ്ടും അടുത്തത് മറ്റൊരു ശക്തമായൊരു പ്രാർത്ഥന വീണ്ടും പറയുന്നത്, സകല വിശുദ്ധരുടെ ലുത്തിനിയെ ചൊല്ലി പ്രാർത്ഥിക്കുക. സകല വിശുദ്ധരോട് ലുത്തിനിയെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊരു ദൈവസ്വര സന്ദേശമാണ്. സകല വിശുദ്ധരോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾ വിശുദ്ധരോട് പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ. നമ്മുടെ നിരവധിയായ കാര്യങ്ങൾ, ആത്മീയവും ഭൗതികമായ കാര്യങ്ങൾ ഈ വിശുദ്ധരോട് പ്രത്യേകം നീ മധ്യസ്ഥം വെച്ച് നിയമം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാധിച്ചു കിട്ടും. അല്ലേ? ഇത് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ചൊവ്വാഴ്ചയും ഈ അത്ഭുതങ്ങളുടെ ജപമാലയോടൊപ്പം തന്നെ വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേനയും കൂടി കൂട്ടിച്ചേർത്തിരിക്കുക. ഇപ്പോൾ പരിശുദ്ധ അമ്മ വിശുദ്ധരിൽ വിശുദ്ധയായ വ്യക്തി, വിശുദ്ധരുടെ രാജ്ഞി, മാലാഖമാരുടെ രാജ്ഞി, സകല വിശുദ്ധരുടെ രാജ്ഞി. ഇനി പിന്നെ നമ്മൾ പ്രത്യേകമായിട്ടൊരു വിശുദ്ധനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പാതുവായിലെ വിശുദ്ധ അന്തോണീസിനോട് പ്രത്യേകം നിയോഗിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പം നിങ്ങൾ വിശുദ്ധരോടുള്ള ഭക്തി കഴിഞ്ഞ നാളുകളിലൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തട്ടിക്കുറഞ്ഞെടുക്കുക കേട്ടോ. വിശുദ്ധരോട് പ്രത്യേകം പ്രാർത്ഥിച്ചോ, ഒത്തിരി കാര്യങ്ങൾ ദൈവം സാധിച്ചു തരും. അതിലൊരു പ്രാർത്ഥന ഇതാണ്, സകല വിശുദ്ധരുടെ ലുത്തിനിയ. ആ പ്രാർത്ഥന നീ എല്ലാ ദിവസവും ചൊല്ലിക്കോ, ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധർ വഴി ദൈവം നമുക്ക് തരും. അല്ലേ? പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മറ്റൊന്നാണ് വീണ്ടും കർത്താവ് തരികയാണ്, ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും. അല്ലേ? പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജപമാല പ്രാർത്ഥനയാണല്ലോ ജപമാല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ വീണ്ടും കർത്താവ് വെളിപ്പെടുത്താണ്, ജപമാല മുടങ്ങാതെ ചൊല്ലിയാൽ ഒത്തിരി അനുഗ്രഹം കിട്ടും. ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി കിട്ടും. സത്യമാണത്. ജപമാല മുടങ്ങാതെ ചെല്ലണം. ചില കാര്യങ്ങൾക്ക് നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. മനസ്സിലായോ? അതുകൊണ്ടല്ലേ പറയുന്നത്, കാത്തിരുന്നുള്ള പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ചിലത് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല. പിന്നെ ഞാൻ കേട്ടൊരു സാക്ഷി ഇതായിരുന്നു, അവിടെ വന്നിട്ടുള്ള സാക്ഷ്യങ്ങൾ ഒരു യൂത്ത് പയ്യൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവൻ പറഞ്ഞു, എൻ്റെ പേര് ബേസിൽ. എന്നിട്ട് അവൻ വരുന്ന സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ വർഷങ്ങളായി എനിക്ക് തുമ്മലും മൂക്കൊലിപ്പാണ്, അതിഭയങ്കരമായ തുമ്മി. അവൻ്റെ ആ വീഡിയോയിൽ തന്നെ കാണാം, അവൻ്റെ മുഖം അതുപോലെയാണ് ഇരിക്കുക. അതുപോലെ തുമ്മിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ. അപ്പോൾ ഇവൻ്റെ ജോലി സ്ഥലത്ത്, ഇവൻ വിദേശത്താണ് ജോലി ചെയ്യുക. ജോലി സ്ഥലത്ത് ഇവൻ്റെ ആരോ പറഞ്ഞു, നീ അത്ഭുതങ്ങളെ ജപമാല എന്നുകൊണ്ട് ശുശ്രൂഷയുണ്ട്, അത് കണ്ട് പ്രാർത്ഥിച്ച ഒത്തിരി അത്ഭുതങ്ങൾ നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥിച്ചാലല്ലേ ദൈവത്തിന് തൊടാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് എത്ര നാൾ പ്രാർത്ഥിച്ചു? ആ യൂത്ത് പയ്യൻ പറയാ, 6 മാസം ഞാൻ മുടങ്ങാതെ അത്ഭുതമാല കണ്ട് പ്രാർത്ഥിച്ചു. 6 മാസം.
ആ പ്രാർത്ഥനയിൽ എപ്പോഴോ ഞാൻ പോലും അറിയാതെ കർത്താവ് എൻ്റെ ഈ തുമ്മൽ, ജലദോഷം, മൂക്കൊലിപ്പ് എടുത്തു മാറ്റി. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പൊ എനിക്ക് 2 മാസമായി അങ്ങനെ ഒരു അസ്വസ്ഥത ഇല്ല. പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. മുടങ്ങാതെ ജപമാല ചൊല്ലി 6 മാസം 3 മാസം മുടങ്ങാതെ 90 ദിവസം ഓരോ ദിവസം ഓരോ അത്ഭുത ജപമാല കണ്ട്, റെക്കോർഡ് അത്ഭുത ജപമാലയാണ് കേട്ടോ. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോന്ന് യൂട്യൂബിൽ കുറേ കിടക്കുന്നുണ്ട്. മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഒത്തിരി അനുഗ്രഹം കിട്ടും. മനസ്സിലായോ? അപ്പോൾ അവിടെ എൽറുഹയിൽ വരുന്ന സാക്ഷ്യങ്ങൾ നിങ്ങൾ അവിടുത്തെ ശുശ്രൂഷകൾ യൂട്യൂബിൽ കാണുമ്പോൾ കാണാം. 1, 2, 3, 4, 5, 6 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തരും സാക്ഷ്യം പറയുക. ഒരു സഹോദരനെ സാക്ഷ്യം പറയാൻ കയറിയിട്ടുണ്ടെങ്കിൽ, ദേ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. എനിക്ക് ഇങ്ങനെ ലോൺ ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. എൻ്റെ വിവാഹ തടസ്സം ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി. ഇങ്ങനെ ഒരാൾ തന്നെ ഒരു 4, 5 സാക്ഷ്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോവുക. എന്ത് കണ്ടിട്ട്? ഈ അത്ഭുതങ്ങളുടെ ജപമാല കണ്ടിട്ട്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഒത്തിരി അനുഗ്രഹം കിട്ടും. ഇനി അടുത്തത് വിമോചന പ്രാർത്ഥന ചെല്ലുക. സ്നേഹമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, വിമോചന പ്രാർത്ഥന ചെല്ലണം. അത് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവശ്യമാണ്. വിമോചന പ്രാർത്ഥന എന്ന് വെച്ചാൽ ബന്ധന പ്രാർത്ഥന, വിടുതൽ പ്രാർത്ഥന. പിശാചിനോട് ഇറങ്ങിപ്പോകാൻ നമ്മൾ പറയണം. യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് പിശാചിൻ്റെ മേൽ അധികാരമുണ്ട്. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കും, ബഹിഷ്കരിക്കും. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ യേശുവാണ് ഏക രക്ഷകനെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് പിശാചിന്റെ മേൽ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടും പറമ്പും സ്ഥലമൊക്കെ നമുക്ക് തന്നെ ഒന്ന് ബന്ധന പ്രാർത്ഥന ചൊല്ലി, ഏതെങ്കിലും ഒരു ബന്ധന പ്രാർത്ഥന എടുക്കുക. ആ ബന്ധന പ്രാർത്ഥന ചൊല്ലി ഹന്നാവളം തെളിച്ച് കുന്തിരിക്കൊക്കെ പുകച്ച് നിങ്ങൾ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയാൽ നിങ്ങളുടെ തൊഴുത്ത്, നിങ്ങളുടെ കൃഷിയിടം, നിങ്ങളുടെ വിറ്റുപോകാത്ത പറമ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ വീട്, ഒത്തിരി അസ്വസ്ഥത, പാമ്പ് ശല്യം, പല്ലി ശല്യം, എലി ശല്യം, മൂട്ടശല്യം, പല്ലി ശല്യം, അല്ലെങ്കിൽ എട്ടുകാലി ശല്യം. ഇത് പറയുമ്പോൾ തന്നെ ഈ സമൂഹത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരുടെ വീട്ടിൽ എട്ടുകാലി ശല്യമുണ്ട്. എട്ടുകാലി ശല്യം ഈ നൈറ്റ് വിജിൽ കഴിഞ്ഞോടുകൂടി കർത്താവ് ആ എട്ടുകാലി ശല്യം എടുത്തു മാറ്റി അനുഗ്രഹിച്ചിട്ടുണ്ട്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഇപ്പൊ എട്ടുകാലി ശല്യം മാറിനോടുകൂടി ആ വീട്ടിലെ പല അസ്വസ്ഥതകളും മാറിപ്പോട്ടോ. മനസ്സിലായോ? ഇങ്ങനെയുള്ള ശല്യങ്ങൾ, അസ്വസ്ഥതകൾ, വെറുതെയുള്ള വഴക്കുകൾ, ബഹളങ്ങൾ, ഇതൊക്കെ മാറിപ്പോവും. നീ പ്രാർത്ഥിക്കുക. മനസ്സിലായോ? എങ്ങനെ പ്രാർത്ഥിക്കുക? ബന്ധന പ്രാർത്ഥന ചൊല്ലി ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ബന്ധന പ്രാർത്ഥന അതൊരു പ്രാവശ്യം ഒന്നല്ല, പല പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഒത്തിരിയേറെ അസ്വസ്ഥത മാറിപ്പോകാൻ നല്ലതാണ്. ഇനി മറ്റൊരു പ്രാർത്ഥനയാണ് ഈശോ തന്ന ദൈവസ്വര സന്ദേശങ്ങളെ വായിച്ചുകൊണ്ടിരിക്കുക. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, സമർപ്പിക്കുക, കുർബാനയിലേക്ക് സമർപ്പിക്കുക. ഇന്ന് കുറേ പേർക്ക് കുർബാനയൊന്നും അനുഭവമല്ല. എന്തുകൊണ്ടാണ് കുറേ പേർക്ക് കുർബാന അനുഭവം അല്ലാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം? അതിൻ്റെ കാരണം ഇതാണ്, കുർബാനയിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. വലിയ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ഹെബ്രായർ 8:3 പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത്. അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു. കണ്ടോ, പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കാനാണ് നിയോഗിക്കപ്പെടുന്നത്. അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ കുർബാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കുർബാന സമർപ്പണം. മനസ്സിലായോ? കുർബാന എന്ന വാക്കിന്റെ അർത്ഥം സമർപ്പണം എന്നാണ് കേട്ടോ. ഇപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ശ്രദ്ധിച്ചോ, ഭൂരിഭാഗം പേരും സമർപ്പിക്കുന്നില്ല. ഈശോ വ്യക്തമായിട്ട് പറയാം, ഈശോയെ ഞാൻ എന്നെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ ഒന്ന് പറയണ്ടേ നാവുകൊണ്ട്? ഈശോ നീ എന്നെ ഏറ്റെടുക്കണ്ടേ? നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവൻ നിന്നെ താങ്ങിക്കുള്ളൂ. സങ്കീർത്തനം 55:22. നിന്റെ വിഷമങ്ങളും വേദനകളൊക്കെ കർത്താവിലേക്ക് ഇങ്ങനെ സമർപ്പിക്കുകയല്ലേ വേണ്ടത്. അത് വലിയൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടല്ലേ വീണ്ടും നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം കാണുകയാണ്. ഫിലിപ്പി 4:6 ഒന്നിനെക്കുറിച്ച് ആകുലരാകണ്ട, പ്രാർത്ഥനയിലൂടെ, അപേക്ഷയിലൂടെ, കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാതനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ദാനങ്ങളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. വലത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഒന്നിനെ പറ്റി ആകുലപ്പെടൊന്നും വേണ്ട കേട്ടോ. പൗലോസ് പറയാം, ആകുലപ്പെട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല.
എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക. എല്ലാ കാര്യത്തിലും ജോബിനെ പോലെ നന്ദി പറയുക. തകർച്ച വന്നാലും ഉയർച്ച വന്നാലും എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് യേശുക്രിസ്തുവിൻ നമ്മെ സംബന്ധിച്ചുള്ള ദൈവഗീതം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും ചിലയോ നന്ദി പ്രകാശിപ്പിക്കുക, പ്രാർത്ഥിക്കുക. അതുകൊണ്ടല്ലേ പ്രഭാഷണ പുസ്തകം 7:10 വായിക്കുന്നില്ലേ, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. റോമ 12:12 പറയുന്നില്ലേ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. മനസ്സിലായോ? അപ്പം പ്രാർത്ഥന, ശക്തമായ പ്രാർത്ഥന, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, വഴിവിട്ട ജീവൻ നയിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട്, ഈ വലിയ തിന്മയിലൂടെ ജീവിക്കുന്ന പിശാച് ബാധിച്ച ബാലനെ കൊണ്ടുവന്ന് ഒരു അപ്പച്ചൻ വന്ന് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, നിന്റെ ശിഷ്യന്മാരോട് ഞാൻ പറഞ്ഞു ഈ പിശാചിനെ പുറത്താക്കാനായിട്ട്, പക്ഷെ അവർക്ക് പുറത്താക്കാൻ സാധിച്ചില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിനക്ക് സാധിക്കുമെങ്കിൽ നീ പുറത്താക്കണേ. ഈശോദേ ആ പിശാചിനെ പുറത്താക്കുകയാണ്. നമ്മളവിടെ കാണുന്നത് ആ മകനല്ല പ്രാർത്ഥിക്കുന്നത്, അപ്പൻ പ്രാർത്ഥിച്ചു. അപ്പൻ്റെ പ്രാർത്ഥന കേട്ട് കർത്താവ് മകനിലെ പിശാചിനെ പുറത്താക്കി. പറഞ്ഞേ ഹല്ലേലൂയ. കാനാങ്കാരി സ്ത്രീയുടെ അനുഭവം ഇങ്ങനെ തന്നെയല്ലേ? കാനാങ്കാരി സ്ത്രീ വന്ന് കരഞ്ഞപേക്ഷിച്ചു, ഈശോയെ, എൻ്റെ മകളുടെ പിശാച് ബാധിച്ചിരിക്കുകയാണ്. ഈ പിശാച് ബാധിച്ച മകളിൽ നിന്ന് ആ പിശാചിനെ പുറത്താക്കണമേ. ഈ അമ്മയുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് ഈ മകളിലെ പിശാചിനെ പുറത്താക്കുകയാണ്. മനസ്സിലായി? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ ഏത് മേഖലയിലും ഇപ്പം പിശാച് ബാധിച്ച മാതാപിതാക്കളുള്ള മക്കളുണ്ട്, പിശാച് ബാധിച്ച ഭർത്താക്കന്മാരുള്ള ഭാര്യമാരുണ്ട്, പിശാച് ബാധിച്ച ഭാര്യമാരുള്ള ഭർത്താക്കന്മാരുണ്ട്, പിശാച് ബാധിച്ച മക്കളുള്ള മാതാപിതാക്കളുണ്ട്, പിശാച് ബാധിച്ച അയൽപ്പക്കാരുള്ളവരുണ്ട്. മനസ്സിലായോ? പിശാച് ബാധിച്ചവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിക്കണം, പ്രാർത്ഥിക്കണം. ശക്തമായ എങ്ങനെ പ്രാർത്ഥിക്കണം? പല വിധത്തിലുള്ള പ്രാർത്ഥനകളോടെ പറഞ്ഞുപോയി. ജപമാല ചൊല്ലിയും സ്തുതിച്ചും ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എവിടെ സമർപ്പിക്കുക? ഏറ്റവും വലിയ പ്രാർത്ഥനയായ ഈ കുർബാനയിൽ അപ്പത്തോടും ഇഞ്ഞിനോട് ചേർത്ത് നിൻ്റെ കടബാധ്യയും രഹസ്യ ദുഃഖങ്ങളും വിഷമങ്ങളും വേദനകളൊക്കെ ഇങ്ങനെ സമർപ്പിച്ച് നീ പ്രാർത്ഥിച്ചോ. നീ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവഹിതപ്രകാരമായ കാര്യങ്ങളൊക്കെ ദൈവം നിനക്ക് സാധിച്ചു തരും. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് കുറേ പേര് ചിന്തിക്കുന്നത് കുർബാന ഒരു മെൻ്റൽ എക്സസൈസ് ആണെന്നാണ്. മെൻ്റൽ എക്സസൈസ് എന്താ മെൻ്റൽ എക്സസൈസ് എന്ന് ഉദ്ദേശിച്ചത്? അനുഷ്ഠാന ബലി, അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ പുസ്തകം വായിച്ച് അതിൽ കൃത്യം അതിൽ പ്രാർത്ഥനകളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓരോ പ്രാർത്ഥനകളും ശ്രദ്ധിച്ച് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കുർബാന എന്ന് ചിന്തിച്ചിരിക്കുക. അതല്ലാത്ത കുർബാന അതുണ്ട്, പക്ഷേ പ്രധാനമായും നീ നിൻ്റെ അപ്പത്തോടും ഇതിനോട് ചേർത്ത്, ഈശോയുടെ അപ്പത്തോടും ശരീരത്തോടും രക്തത്തോട് ചേർത്ത് നിൻ്റെ ജീവിതത്തെയും വിഷമങ്ങളെയും വേദനയൊക്കെ സമർപ്പിക്കുക. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, യേശു ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെ സമർപ്പിച്ചു. അതുപോലെ നമ്മൾ ഈശോയുടെ ഇഷ്ടത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക. അതാണ് വിശുദ്ധ കുർബാന. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഇപ്പം നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളൊക്കെ നീ സ്ഥിരം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നോക്കിയേ. അതുകൊണ്ട് ഈശോ തന്നൊരു ദൈവസ്വര സന്ദേശമാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള സന്ദേശം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെ ദൈവസ്വര സന്ദേശങ്ങളാണ്. ഇതൊക്കെ ഓരോ ടോക്കായിട്ട് അച്ഛൻ പറയാറുണ്ട് സമർപ്പണത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നോക്കിയാൽ കുർബാന നമുക്ക് അതിഭയങ്കരമായ അനുഭവമാവും. ആ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ കുർബാനയെ സമർപ്പിക്കുന്നതൊക്കെ ഏതാനും നാളുകളോ ആഴ്ചകളോ മാസങ്ങളോ കഴിയുമ്പോൾ ദൈവം നമുക്ക് സാധിച്ചു തരുന്ന അനുഭവം നമുക്ക് ലഭിക്കും. ഇത് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി മറ്റൊന്ന് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് അവസാനമായിട്ട് വായിക്കാം. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി. മനസ്സിലായോ? അപ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുക. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പോൾ എന്താണ് രാജ്യം എന്നുള്ളത്? റോമക്കാർക്ക് എഴുതിയ ലേഖനം 14 അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ദൈവരാജ്യം എന്നാൽ തിന്നലും കുടിക്കലല്ല, മറിച്ചത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഒലിത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റി പറഞ്ഞപ്പോൾ, പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റി ലൂക്കായുടെ സുവിശേഷം 11 അധ്യായത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റി പറയുമ്പോൾ എന്താ നമ്മൾ വായിക്കുക? ഈശോ പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടനായ നിങ്ങൾക്കറിയാമെങ്കിൽ എൻ്റെ സ്വർഗസ്വനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി
പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അവലെത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. തന്നോട് ചോദിക്കുന്നവർക്ക് എന്ന് വെച്ചാൽ ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുന്ന വെച്ചാൽ പ്രാർത്ഥിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ തരില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് ഇപ്പം എന്തുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാത്തത്? നമ്മൾ വേണ്ട വിധം പ്രാർത്ഥിക്കുന്നില്ല, വേണ്ട വിധം സ്തുതിക്കുന്നില്ല, വേണ്ട വിധം ജപമാല ചെല്ലുന്നില്ല, വേണ്ട വിധം സമർപ്പിക്കുന്നില്ല, വേണ്ട വിധം കുമ്പസാരിക്കുന്നില്ല. ഉണ്ടോ? മനസ്സിലായോ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അച്ഛൻ പെട്ടെന്നൊന്ന് വായിച്ചു പോവാം. കർത്താവ് എനിക്ക് തന്ന ഈ ഒരു ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുമ്പോൾ കർത്താവ് തന്ന പെട്ടെന്നൊരു പ്രചോദനമാണ്. നിനക്ക് കിട്ടിയ ദൈവസ്വര സന്ദേശങ്ങൾ എടുത്ത് വായിക്കുക. അതിൽ ഞാൻ നിനക്ക് തന്ന സന്ദേശങ്ങൾ ഭൂരിഭാഗവും പ്രാർത്ഥിക്കുക. ഓരോ പ്രാവശ്യം പറയുമ്പോൾ ഏതാ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്? പ്രശ്നങ്ങൾ മാറിപ്പോകാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക, കടബാധ്യതയുള്ള ഒരു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക, ദുശ്ചിന്തകൾ മാറിപ്പോകാൻ നെറ്റിയിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക, തുറന്ന് കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കുക, മറ്റൊന്ന് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ വിറയ്ക്കുന്നു, വീണ്ടും സകല വിശുദ്ധരോട് പ്രാർത്ഥിക്കുക, അതായത് വിശുദ്ധരോട് പ്രാർത്ഥിക്കുക, ജപമാല മുടങ്ങാതെ ചൊല്ലി പ്രാർത്ഥിക്കുക, വിമോചന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. മനസ്സിലായോ? ഇതാണ് ഏറ്റവും കൂടുതൽ കർത്താവ് തന്ന ദൈവസ്വര സന്ദേശങ്ങൾ മുഴുവൻ ഈ പ്രാർത്ഥനയെ പറ്റിയാണ്. മനസ്സിലായോ? അവസാനമായി അച്ഛൻ ഒരു കാര്യം കൂടി എടുത്ത് പറയുകയാണ്. അതാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, അതായത് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, സ്തുതിപ്പ് വളരെ കുറവാണെന്ന് ഈശോ പറയുക. അതുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറയുക, ആരാധിക്കുക ദൈവത്തെ. മനസ്സിലായോ? അതാണ് ദൈവത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വേറെ ഒന്നുമല്ല. ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥന ഏതാണെന്ന് ചോദിച്ചാൽ അത് ദൈവാരാധനയാണ്. ദൈവത്തെ സ്തുതിക്കുക. നമ്മളിപ്പോൾ ദൈവാരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇനിയുള്ള ഒരു കുറച്ച് സമയം ശക്തമായി സ്തുതിക്കുക. അച്ഛനോട് സ്തുതിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരു ശുശ്രൂഷകർ സ്തുതിക്കുന്നുണ്ടോ, നിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവർ വീട്ടിലുള്ള മറ്റുള്ളവർ സ്തുതിക്കുന്നുണ്ടോ എന്ന് ആരും ശ്രദ്ധിക്കേണ്ടതില്ല. നിങ്ങൾ ചങ്ക് പൊട്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 3 യുവാക്കന്മാർ, ശദ്രാക്ക്, മെശാക്ക്, അബേദ്നേഗോ, ഇവരെ രാജാവ് നബൂഖദ്നേസർ രാജാവ് ഈ വിഗ്രഹാരാധനയ്ക്ക് സമ്മതിക്കാതെ വന്നപ്പോൾ അവർ തീച്ചുളയിലേക്ക് എറിയുക. ഇങ്ങനെ തീച്ചുളയിൽ എറിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത്? വചനം എഴുതി വച്ചിരിക്കുക, അവ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു. അസറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവൻ്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി വായിക്കാം. അവ ദൈവത്തിന് കീർത്തനം ആലപിച്ചു. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ. അവ ദൈവത്തിന് കീർത്തനം ആലപിച്ചും. പാട്ടുകാരൻ പാട്ട് പാടാൻ പോവുകയാണ്. കീർത്തനം ആലപിച്ചും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും. ഇപ്പം നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് സമർപ്പിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. അസറിയ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ അവൻ്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും ഒരു സന്ദേശം കൂടി ഈ ഗ്രൂപ്പിന് കർത്താവ് തരുന്നുണ്ട്. നമ്മുടെ പല പ്രാർത്ഥനകളും അന്ന് നേരെയാവാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ സാധിച്ചു കിട്ടാത്തതിൻ്റെ കാരണം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12-ാം തിരുവചനം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി വചന സന്ദേശമായി കർത്താവ് തരികയാണ്. കാവൽ ദൂതൻ പറഞ്ഞു, അല്ലയോ ദാനിയേലേ, നീ ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നത്, ദൂതൻ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നത് എപ്പോഴാണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. എങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ? എളിമയോടെ പ്രാർത്ഥിക്കണം. ബഹനാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നൊരു വചനഭാഗം വായിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ബഹനാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഈ വചനഭാഗം വായിച്ചു കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് അടുത്ത വചനഭാഗം ഏതെന്നറിയോ? ഫരിസേയനും ചുങ്കക്കാരൻ. എങ്ങനെ പ്രാർത്ഥിക്കണം? തന്നെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയല്ല, തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക. മനസ്സിലായോ? ഫരിസേയൻ പ്രാർത്ഥിച്ചു, ഞാൻ നന്ദി പറയുന്നു ഈശോയെ,
സ്തുതിച്ച് പ്രാർത്ഥിക്കുക ചെയ്തത്. ഫരിസേയൻ്റെ പ്രാർത്ഥന സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയാണ്. പക്ഷെ അവൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചത് എന്താണ്? ഞാൻ ഈ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികൾ പോയ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയല്ല. ഞാൻ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവനാണ്, മെച്ചപ്പെട്ടവളാണ്. ഈ ഒരു അഹങ്കാര ചിന്തയോടെയുള്ള പ്രാർത്ഥന ദൈവം പ്രസാദിക്കില്ല. മറിച്ച് എളിമയോടെ, കർത്താവേ ഞാൻ പാപിയാണ്, പത്രോസിനെ പോലെ പൗലോസിനെ പോലെ ഞാൻ പാപികളിൽ ഒന്നാമനാണ്, ഈ ഒരു മനോഭാവത്തിൽ മറ്റുള്ളവരെ ശ്രേഷ്ഠരായിക്കൊണ്ട് നീ കൈയുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചു നോക്കുകയും ദൈവം തന്നെ അനുഗ്രഹിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് നീ സ്തുതിക്കാൻ പോകുന്നത്? നിൻ്റെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ലാട്ടോ സ്തുതിക്കാൻ പോകുന്നത്. നീ സ്തുതിക്കാൻ പോകുന്നത് ദൈവമായതുകൊണ്ട് ദൈവത്തെ നമ്മൾ സ്തുതിച്ച് ആരാധിക്കാൻ പോവുകയാണ്. ഇപ്പം മാത്രമല്ല, ഇനിയുള്ള ജീവിതത്തിലും ദൈവത്തെ ആരാധിക്കുക. എന്തിനാരാധിക്കുക? എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അല്ല, എന്തെങ്കിലും കിട്ടിയതിൻ്റെ പേരിൽ അല്ല. ദൈവമായതുകൊണ്ട് ദൈവത്തെ നീ സ്തുതിച്ച് ആരാധിക്കുക. നിൻ്റെ ആഗ്രഹങ്ങൾ ദൈവത്തിൽ ആനന്ദിക്കുക. അവൻ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. അല്ലെ തുടങ്ങി ഹല്ലേലൂയ, യേശുവേ നന്ദി. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ ഇവിടുന്ന് തരും. തുടർന്ന് നമ്മൾ ആരാധനയ്ക്ക് പ്രവേശിക്കുമ്പോൾ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതെങ്ങനെ പ്രാർത്ഥിക്കണം? എളിമയോടെ പ്രാർത്ഥിക്കണം എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ചെറിയ മണിക്കൂറിൽ തന്നെ ഒത്തിരി അനുഗ്രഹം കർത്താവ് തരും. കർത്താവ് നിന്റെ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കും. ദൈവഭക്തനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. ഒരു ദിവസം 5 ദിവസത്തെ ധ്യാനമൊന്നും വേണ്ട. ഒരൊറ്റ നിമിഷം മതി ദൈവത്തിന് അനുഗ്രഹിക്കാനായിട്ട്. അത് നീ വിശ്വസിച്ചോ? അങ്ങനെ ഒരു വിശ്വാസ അനുഭവത്തിലൂടെ, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം തരുമെന്നും വിശ്വസിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, എളിമയോടെ പ്രാർത്ഥിക്കുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, അനുതാപത്തോടെ പ്രാർത്ഥിക്കുക, പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈ സമയം നമ്മൾ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായ ഒരു സന്ദേശം നൽകി നമ്മളെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്കൊന്ന് കരങ്ങളടിച്ച് നന്ദി പറയാം. കരങ്ങളടിച്ച് സന്തോഷത്തോടെ